അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ്യത്തെ സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവര്. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവർ യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും
പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ നിൻ്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല ചില കർത്താവേ, നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റോമിക എന്ന് പറയുന്ന ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ 10th ട്രൂമ പിന്നീട് അവർക്ക് പിന്നെ ഒരു ദിവസം വരണത് അവരുടെ ഡിഗ്രി പരീക്ഷയ്ക്ക്, അത് 4 സെം. അപ്പം 4 സെം, 4ാമത്തെ സെമ്മിന് അവൾ ഇതുപോലെ ബ്ലാങ്കായി പോകും. ബ്ലാങ്കായി പോകുമ്പോൾ ഈ ഉടമ്പടിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും എല്ലാം ഉടമ്പടി തന്നെ ആയിരിക്കും. അവൾ നേരിട്ടൊന്ന് ഉടമ്പടി തരുന്നത് അറിയാമോ? അവൾ പരീക്ഷയ്ക്ക് പോകണ മുമ്പ് തന്നെ ഉടമ്പടിത്തലൊക്കെ തേച്ച് അവിടെ ആ ഈശോയിലുള്ള പൂർണ്ണമായ വിശ്വാസം കൊണ്ടാണ് അത് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അവൾ ഓക്കെ ആയി. പിന്നെ എന്താ, പിന്നെ വേറെ ഒരു എക്സ്ട്രാ എനർജി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഗവൺമെൻറ് ലോ ചേഞ്ച് ആകും. എന്നിട്ട് 4th സെമ്മും 5th സെമ്മും ഒരുമിച്ച് എഴുതാൻ പറഞ്ഞു, എഴുതാൻ നിയമം വരും. അപ്പോൾ നഷ്ടപ്പെട്ട സമയം കൂടി അവർക്ക് കിട്ടും, തിരിച്ച് കിട്ടും. അപ്പോൾ അത് എഴുതാൻ പോകുമ്പോൾ പറയണത്, ഞാൻ യുദ്ധം ചെയ്യാൻ പോണ പോലെയാണ് പോയെന്ന്. എന്താ കാര്യം? ഉടമ്പടി തൈലം എടുത്ത് നെറ്റിക്ക് കുരിശിട്ട് മാതാവിൻ്റെ മെഡലെടുത്ത് പോക്കറ്റിൽ കുത്തി ആൾക്കാർ ഇപ്പോൾ ഇതെല്ലാം ഫൈറ്റിങ്ങിന് വേണ്ടിയുള്ള സാത്താൻ്റെ തിന്മകളുടെ ശക്തികളോടും ലോകശക്തികളോടുമുള്ള ഫൈറ്റിങ്ങിൻ്റെ ഉപകരണമായിട്ടാണ് വിശ്വാസ പ്രയോഗം. അത് നമുക്കറിയാമല്ലോ, വിശ്വാസ പ്രയോഗമാണിതെല്ലാം. നമുക്ക് വിശ്വാസത്തിന് പാരമ്പര്യമായിട്ടുള്ള ഫെയ്ത്ത് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസ പ്രഖ്യാപനം അല്ലേ. പിന്നെന്താണ്? വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷനാണ്, പ്രൈമറി എക്സ്പ്രഷനാണ് പ്രെയർ, പ്രാർത്ഥന. വിശ്വാസത്തിൻ്റെ പ്രൈമറി എക്സ്പ്രഷനാണ്. പിന്നെ വിശ്വാസം, പിന്നെ അതിൻ്റെ സെക്കൻഡറി എക്സ്പ്രഷന് കുറച്ചുകൂടി മച്വർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വിശ്വാസ പ്രഖ്യാപനമാണ്. വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പ്രശ്നത്തിന് വിശ്വാസം ഇങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല, ഒറ്റയ്ക്കിരുന്ന് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. വിശ്വാസം പ്രഖ്യാപിക്കാൻ എന്ത് ചെയ്യണം? മറ്റു മനുഷ്യർ വേണം. നമ്മളിപ്പോൾ പരീക്ഷ പ്രവർത്തനം കൊണ്ടുള്ള വിജയം അതാണ്. മറ്റു മനുഷ്യരുടെ മുമ്പിലാണ് നമ്മൾ കർത്താവിനെ ഏറ്റു പറയണത്. അപ്പോൾ എന്ത് പറയും? ഞാനും ഏറ്റു പറയുമെന്നാണ് എൻ്റെ അർത്ഥം. വായിച്ചത് മത്തായി 10:32. മത്തായി 10 ഉടമ്പടിയിൽ ഏറ്റവും വലിയ വാക്കുകൾ ഒന്നാണ് മത്തായി 32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. ഇതിന് പ്രഖ്യാപനം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രൈമറി എക്സ്പ്രഷൻ പ്രെയറാണ്. സെക്കൻഡറി എക്സ്പ്രഷൻ കുറച്ചുകൂടി മച്ചോ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്താ? അത് പ്രഖ്യാപനമാണ്. ഈ പ്രെയറിൻ്റെയും പ്രഖ്യാപനത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടെ മാർക്ക് വരണത് പ്രഖ്യാപനത്തിലാണ്. കാര്യം അത് മനുഷ്യൻ സമൂഹത്തിലുള്ള ഏറ്റുപറച്ചിലാണ്. വിശ്വാസം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റുപറയാനാണ്. എവിടെയാണ്? മനുഷ്യരുടെ മുമ്പിലായിരിക്കണം. ഇതിന് ഇടയ്ക്ക് ഒരു വിഷയമുണ്ട്, വിശ്വാസ പ്രയോഗം. പ്രാർത്ഥന, പ്രയോഗം, പ്രഖ്യാപനം. വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ യേശു കർത്താവാണെന്ന് അതിലും കൊണ്ട് ഏറ്റുപറയണത്. ദൈവത്തിന് മരിച്ചു ഉയർപ്പിക്കുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ രക്ഷ പ്രാപിക്കുക. ഈ ക്രിസ്തുവിനെ നമ്മൾ എംപവർ ചെയ്യുന്ന പ്രോസസ്സിലാണ് വിശ്വാസ പ്രയോഗം വരണത്. എന്താണ്? റോമ 10:9 പറയത്തില്ലേ, യേശു കർത്താവാണെന്ന് അതിലും കൊണ്ട് ഏറ്റുപറയുകയും ദൈവം മരിച്ചത് ഉയർപ്പിച്ചത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും. രക്ഷ എന്ന് പറഞ്ഞാണ് ക്രിസ്തു. അപ്പം രക്ഷ ഏറ്റു പറയുമ്പോൾ ഈ ഏറ്റുപറച്ചിൽ തന്നെ പ്രഖ്യാപനം എന്ന് പറയുന്നത് വളരെ ഓപ്പണായിട്ടുള്ള ഏറ്റുപറച്ചിലും പ്രയോഗത്തിൽ അത് സ്വകാര്യമായിട്ടുള്ള ഏറ്റുപറച്ചിലാണ്. നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുകയാണ് അവിടെ ചെയ്യണത്. വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് പകരം നമ്മൾ വിശ്വാസപ്രമാണം ചെല്ലും, സ്വകാര്യമായ ഏറ്റുപറച്ചിലാണ്. വിശ്വാസപ്രമാണം ചെല്ലിയിട്ടാണ് നമ്മൾ
ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ പറയും കുഴിച്ചിട്ടെന്ന് പറയും. ഞാൻ അച്ഛൻ്റെ അങ്ങനെയൊക്കെ ചില ഇതിലേക്ക് വായിക്കണില്ലേ, അച്ഛൻ്റെ അങ്ങനെ നിങ്ങളങ്ങനെ ചെയ്യരുത്. അത് എന്താ സംഭവിച്ചത്, കൃപാസനത്തിന് വേറെ കുറേ ഉപദ്രവങ്ങൾ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയണത് ഈ AI ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ, അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് AI എൻ്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അവരുടെ വായി തോന്നുന്നത് ഞാൻ പറഞ്ഞ പോലെ ആക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ആൾക്കാർ ജോസഫ് ഇത്രയും ചീപ്പാണ്. ഞാൻ ചീപ്പായിട്ടല്ല, ഈ വയ്യാവലിയും കൊണ്ടിരിക്കുന്ന ആൾക്കാർ ചീപ്പാണ്. അങ്ങനെ ചെയ്യരുത് നിങ്ങളൊരിക്കലും. കാര്യം അച്ഛനിൽ നിന്ന് ദൈവവചനമാണ് ആൾക്കാർ കേൾക്കണത്, അല്ലാതെ ഇങ്ങനെ ആൾക്കാരെ സൂചിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ആശംസകളല്ല ഞാൻ പറയണത്. ഞാൻ പറയണത് അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഹൗ ടു ലീവ് ദ വേർഡ് ഓഫ് ഗോഡ്, അതാണ് പറയണത്. അതാണ് ഇതിൻ്റെ പിന്നിൽ വരണത്. അല്ല ഓരോരുത്തന്മാർ അവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി ഓരോരോ ഉടായ്പകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങളത് ചെയ്യരുത്, ഡിസ്കസ് ചെയ്യരുത്. പിന്നെ നിങ്ങളത് മനസ്സിലാക്കണം, കാണുന്നവർ മനസ്സിലാക്കണം. അതൊന്നും നെക്കി നോക്കരുത്. ജോസഫ് അങ്ങനെ പറയത്തില്ല, നിങ്ങൾക്കറിയാം. വൃത്തിപരമായിട്ട് എന്നെ അറിയാവുന്ന ആൾക്കാരാണ് ഇന്ന് ലോകത്തിലുള്ള ഈ നമ്മുടെ കൃപാസനത്തിൻ്റെ റീഡേഴ്സിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവർക്കറിയാം അച്ഛൻ എന്ത് പറയും എന്ത് പറയത്തില്ല, നിങ്ങൾക്കറിയാം. ഇപ്പം ഞാനിങ്ങനെ വായി തോന്നുന്ന ആശംസ ഒന്നും പറഞ്ഞ ആളല്ല. എനിക്കെൻ്റെ ജോലിയല്ല അത്. എൻ്റെ ജോലി എന്ന് പറയണത് ദൈവമായിട്ട് ജനങ്ങളെ അവിടെ ആപത്ത് കാലമായാലും അനുഗ്രഹകാലമായാലും അവരെ കർത്താവുമായിട്ട് ഐക്യപ്പെടുത്തുക, അതിന് കർത്താവുമായിട്ട് അവർ ജീവിക്കുക. അതിന് വേണ്ടി ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, അതിന് പറ്റുന്ന ഉപദേശങ്ങൾ നൽകുക. അതാണ് ഞാൻ ചെയ്യണ ജോലി. എൻ്റെ ജോലി അതാണ്. അപ്പോൾ പിശാച് വേണമെങ്കിൽ എൻ്റെ ജോലി ഇങ്ങനെ ഈ രീതിയിൽ ചീപ്പാക്കി കളയേ. അത് പിശാചി പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളത് എൻകറേജ് ചെയ്യരുത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ എന്താ വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ വിശ്വാസം സ്വകാര്യമായിട്ടൊക്കെ പ്രഖ്യാപിക്കാം, വിശ്വാസപ്രമാണം. പക്ഷെ തെറ്റായ ചെല്ലണം. സ്വകാര്യമായിട്ട് പ്രഖ്യാപിക്കുക എന്ത് പറ്റും, ഞങ്ങളെ ഡെലിവറൻസ് ബ്ലെസ്സിങ് നടത്തി തന്നിരിക്കുന്ന നേർച്ച വസ്തുക്കളിൽ ഇൻകൾക്കേറ്റ് ആയിട്ടുള്ള കർത്താവിൻ്റെ ശക്തി ആ ഒരു മേഖലകളിലേക്ക് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. രക്ഷ പ്രാപിക്കുമെന്നല്ല ഈശോ പറഞ്ഞത്. കർത്താവ് 10:9 റോമ എന്ന് പറഞ്ഞത്, യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും, ക്രിസ്തുവിനെ പ്രാപിക്കും. അപ്പം ക്രിസ്തുവിനെ പ്രാപിക്കണം, അതിൽ ഉള്ള ദൈവശക്തി നമ്മൾ തിരിച്ച് പ്രാപിക്കണത് വിശ്വപ്രമാണം ചൊല്ലിയിട്ടതാണ്. അതാണ് വിശ്വാസ പ്രയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ റോമികയെ പോലുള്ളവർ എന്താ ചെയ്യണത്, അവർ വിശ്വാസ പ്രയോഗമാണ്. അവർ ഉടമ്പടിക്ക് ആശ്രയം എടുത്ത് നെഞ്ചത്ത് കുത്തി, ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിക്ക് ചാർത്തി അവർ മാതാവിൻ്റെ കൂടെയാണ് പോണത് പരീക്ഷ എഴുതാൻ. ട്രൂമായൊക്കെ പോയ സ്ഥലം അറിയത്തില്ല. അപ്പം അങ്ങനെ ലോകത്തെ ജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിശ്വാസ പ്രയോഗം നടത്തണത്. ഒരു മാർഗം ലോകത്തെ ജയിച്ചവരായി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എന്നെ പ്രതീക്ഷിക്കണത്തിന്റെ സാക്ഷിയായി ഓർത്തതിൽ ആദ്യമേ തന്നെ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിപ്സന. ഞാൻ കൊരട്ടി ഫൊറോനയിലെ തിരുമുടുക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ യുക്രൈനിൽ നിന്ന് യുദ്ധം കാരണം ട്രാൻസ്ഫർ എടുത്ത ഒരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി ഞാൻ നാട്ടിൽ വന്നു. എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഫസ്റ്റ് കടമ്പ FMG എക്സാം പാസ്സാവുകയെന്നാണ്. FMG എക്സാം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. ഒരു സ്ക്രീനിങ് എക്സാം ആയിട്ടാണ് നടത്തേണ്ടതെങ്കിലും ഇപ്പോഴത്തെ പോക്ക് അതനുസരിച്ച് അതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന രീതിയിലാണ് ഇപ്പോൾ അത് പോകുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന എക്സാമിന് 24% ആളുകൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടന്ന ഇന്നലെ റിസൾട്ട് വന്നതിൽ 12% മാത്രമാണ് വിജയ പെർസെൻറ്റേജ് ഉള്ളത്. അതായത് 37,000 പേര് എഴുതിയിട്ടുണ്ട്, അതിൽ 4,600 എത്രയോ കുട്ടികൾ മാത്രം പാസ്സായി. അപ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ നാട്ടിൽ വന്നു. ഓഫ്ലൈനായിട്ട് ഞാൻ കോച്ചിങ് എടുത്തില്ല, കാരണം ഞാൻ വന്നപ്പോൾ തന്നെ ലേറ്റായി. പല കോച്ചിങ് സെൻറ്ററിലും ഓൾറെഡി ക്ലാസ്സൊക്കെ സ്റ്റാർട്ടായിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പഠിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പഠിക്കുന്നുണ്ട്, പക്ഷെ അത് 100% ആണോ എന്ന് ചോദിച്ചാൽ അതിൽ ഉറപ്പില്ല. എനിക്ക് ഇവിടെ വന്ന് അഡ്മിറ്റ് കാർഡ് അച്ഛനെ കൊണ്ട് വെഞ്ചിരിപ്പിക്കണം, തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇമാതിരി എക്സാംസിനൊക്കെ ജസ്റ്റ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുക. സൺഡേ 28 ജൂൺ അതായിരുന്നു എൻ്റെ എക്സാം ഡേറ്റ് മുമ്പേ നമുക്ക് കിട്ടും. പക്ഷേ എക്സാം എവിടെയാണ് നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ അഡ്മിറ്റ് കാർഡ് വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ബുധനാഴ്ചയാണ് എനിക്ക് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത്. പിന്നെയുള്ള ശനിയാഴ്ച എനിക്ക് ഇവിടുന്ന് എക്സാം സെൻറ്ററിലേക്ക് പോകണം, തലേ ദിവസം പോകണം, പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് അവിടെ ചെല്ലേണ്ടതുള്ളതുകൊണ്ട്. പിന്നെയുള്ള ആകെ 2 ദിവസം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും. ശനിയാഴ്ച യാത്രയുണ്ട്. അപ്പോൾ ഇനി വെള്ളിയാഴ്ചയും യാത്ര ചെയ്താൽ എൻ്റെ കാര്യം ആകെ പ്രശ്നത്തിലാവും, കാരണം എനിക്ക് അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്.
പിന്നുള്ളത് വ്യാഴാഴ്ച ഇവിടെ അച്ഛൻ ഉണ്ടാവില്ല എന്നുള്ള അറിഞ്ഞതുകൊണ്ട് വരണോ വേണ്ടയോ എന്നൊക്കെ ആദ്യം തോന്നിയെങ്കിലും പിന്നെ അതിന് മുമ്പ് ഞാനൊരു മോക്ക് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ജയിക്കാനായിട്ട് ഒരു 4-5 മാർക്കിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം മനസ്സിലായി ഇത് എന്നെ കൊണ്ട് കൂടുന്ന കാര്യമല്ല, മാതാവ് കൂടെയുണ്ടെങ്കിലേ നടക്കുള്ളൂ. പിന്നെ മമ്മിയും പറഞ്ഞു മാതാവിനെ കണ്ടിട്ട് നീ എന്ത് ചെയ്താൽ മതി, പഠിക്കുകയോ പഠിക്കാണ്ടിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോ, പക്ഷെ മാതാവിനെ കൂട്ടിയിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വ്യാഴാഴ്ച രാവിലെ തന്നെ ഇവിടെ വന്നു. അഡ്മിറ്റ് കാർഡ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ മുമ്പിലും ബാക്കി ഓരോ മാതാവിൻ്റെ മുമ്പിലും, കൃപാസന മാതാവിൻ്റെ മുമ്പിലും എല്ലാ മാതാവിൻ്റെ മുമ്പിലും അഡ്മിറ്റ് കാർഡ് കാണിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ കൗണ്ടറിലുള്ള അച്ഛൻ്റെ അടുത്ത് പോയി തലയിൽ കൈവച്ചു, അഡ്മിറ്റ് കാർഡ് വെഞ്ചിരിച്ചു, അങ്ങനെ എല്ലാം ചെയ്തു. ഇവിടെ കുർബാന കണ്ടായിരുന്നു, മോളിൽ നിത്യാരാധന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോണ സമയത്താണ് ഞാൻ കണ്ടത് എൻ്റെ അഡ്മിറ്റ് കാർഡിൽ അച്ഛൻ വെഞ്ചിരിച്ചപ്പോൾ ഈ വെള്ളം വീണ് കളറ് പടർന്നായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ സേഫ്റ്റിക്ക് ഒരു എക്സ്ട്രാ ഒരു അഡ്മിറ്റ് കാർഡ് എടുത്തിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടാണ് പോയായിരുന്നേ. അങ്ങനെ സൺഡേ ഞാൻ എക്സാം ഹാളിലെത്തി. പക്ഷേ എനിക്കെന്തോ പുതിയ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകാൻ തോന്നിയില്ല. പഴയ ഇവിടെ വന്ന് മാതാവിനെ കാണിച്ച അഡ്മിറ്റ് കാർഡ് തന്നെ ഞാൻ കയ്യിലെടുത്തു. അതിലെ ഇൻസ്ട്രക്ഷൻസിൻ്റെ അവിടെയാണ് കളറ് മങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കയറി. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, അഡ്മിറ്റ് കാർഡൊക്കെ അവർ അംഗീകരിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എക്സാം ഹാളിൽ കയറിയപ്പോൾ ഇവിടെ എല്ലാ സാക്ഷ്യത്തിലും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, മാതാവ് നിയോഗിച്ച ഒരാൾ അല്ലെങ്കിൽ നീല കളർ ഡ്രസ്സ് ഇട്ട ഒരാൾ, മാതാവിൻ്റെ പേരിനോട് സാദൃശ്യമുള്ള ഒരു ഇൻവിജിലേറ്റർ നിങ്ങൾക്ക് വരുമെന്ന്. ഞാനും പ്രതീക്ഷിച്ചു എനിക്കും വരും നീല ഡ്രസ്സ് ഇട്ട മാതാവിൻ്റെ പേരുള്ള ഒരു ഇൻവിജിലേറ്റർ. ഞാൻ ചുറ്റും നോക്കി, ഞാൻ കണ്ട എല്ലാവരും പിങ്കും ചുമപ്പൊക്കെ ഇട്ട് ഡ്രസ്സ് ഇട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ തോന്നി ഈ മാതാവിനെ വിളിച്ചിട്ട് മാതാവിനെ എൻ്റെ കൂടെ വന്നില്ലയോ. പിന്നെയാണ് ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറന്ന പോലെ എൻ്റെ കണ്ണുകളും തുറന്നത്. ഞാൻ ചുറ്റും നോക്കി, ആ റൂമിൻ്റെ ആ ലാബിൻ്റെ ഡെസ്കുകളും ചുമരും എന്തിനു കർട്ടൻ വരെ ബ്ലൂ കളറ്. ഞാൻ അത് നോക്കാണ്ട് ടീച്ചേഴ്സിൻ്റെ പിറകെ പോയി. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് കൂടെ വന്നു. പിന്നെ എനിക്ക് കിട്ടിയ സിസ്റ്റം 187 നമ്പറാണ്, അതായത് അതിലും മാതാവിൻ്റെ 7 ഉണ്ട്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചു ഫുള്ള് മാതാവിൻ്റെ അത്ഭുതം, എനിക്ക് എക്സാം എളുപ്പം തന്നെ, ഞാൻ അത് ജയിച്ചു തന്നെ. അപ്പം എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഏതൊക്കെ ടോപ്പിക്സ് വിട്ടോ, ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കാതിരുന്നോ അത് മാത്രം. പിന്നെ അറിയാവുന്നതാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കാണുന്ന പോലെ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ 2 ഓപ്ഷൻ തെറ്റാണെന്ന് അറിയാനുള്ള ബുദ്ധിബോധം എനിക്കുണ്ട്. പക്ഷെ ബാക്കി 2 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ഇതില്ലാണ്ടായിപ്പോയി. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഡ്രസ്സുമ്പോൾ മാതാവിൻ്റെ കാശുരൂപം തുന്നി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഞാനത് ആരും ചവിടാത്ത വശത്തും ലാബിൻ്റെ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അറിയാവുന്ന ഓരോന്നൊക്കെ കുത്തി വെച്ച് ഇറങ്ങിപ്പോന്നു. ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊന്നും എനിക്ക് അറിയണ കാര്യമൊന്നുമല്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നണേന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ്, എൻ്റെ കൈയൊക്കെ അങ്ങനെ കിടന്ന് വിറയ്ക്കും ടെൻഷൻ വരുമ്പോൾ. പക്ഷേ പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ടെൻഷൻ കാരണം സെക്കൻഡ് സെക്ഷൻ ഉച്ച കഴിഞ്ഞൊരു സെക്ഷനും കൂടി ഉണ്ട്, അതും എൻ്റെ കയ്യിൽ നിന്ന് പോയേനെ. പക്ഷെ അന്ന് എന്തോ ടെൻഷനൊന്നും അധികം ഉണ്ടായില്ല. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സെക്ഷനും കയറി, അത് വേറെ റൂമിലായിരുന്നെങ്കിലും അതും ബ്ലൂ കളറായിരുന്നു. അങ്ങനെ അത് എഴുതി. അത് എക്സാം തുടങ്ങിയപ്പോൾ എനിക്ക് അറിയാവുന്ന ടോപ്പിക്സ്, ഞാൻ അത്യാവശ്യം പഠിച്ച സബ്ജക്ട്സ് മാത്രമാണ് വന്നത്. പക്ഷെ പിന്നെന്താ പ്രശ്നം എന്ന് വെച്ചാൽ മുൻപത്തെ വർഷങ്ങളിലൊക്കെ നമ്മൾ സെയിം ഒരു പാറ്റേൺ കണ്ടുവരും. അതായത് ഇങ്ങനത്തെ രീതിയിലാണ് ചോദ്യം ചോദിക്കുക, ഇത് മാത്രമായിരിക്കും വരിക, അല്ലെങ്കിൽ ഈ പാറ്റേൺസിലായിരിക്കും ചോദിക്കുക എന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. പക്ഷേ ഈ തവണത്തെ എക്സാം എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ ലെവൽസ്, ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻസ്, വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഈ വർഷമായിരുന്നു. അതായത് ഒരു സ്ക്രീനിങ് എക്സാം അല്ല, അതിന് മുതൽ എന്തോ നീറ്റ് PG ടൈപ്പ് ലെവലായിരുന്നു ഞങ്ങളുടെ എക്സാം ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് പക്ഷെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സെക്കൻഡ് സെക്ഷനിൽ എനിക്ക് അറിയാവുന്ന വന്നപ്പോൾ. അപ്പം ഞാൻ അത് ഇറങ്ങി വന്നപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഈ എക്സാം കുഴപ്പമുണ്ടായില്ല, അപ്പം ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന വഴിക്കാണ് സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ ബസ്സിൽ തിരിച്ചു വന്നത്. അപ്പോൾ ഒരു ടീച്ചറിൻ്റെ സാക്ഷ്യമാണ് ഞാൻ കേട്ടത്. ആ ടീച്ചർ പറഞ്ഞത് ടീച്ചർ 2-3 തവണ എക്സാം എഴുതി, കിട്ടിയില്ല. പിന്നെ ഒരു തവണ എക്സാം എഴുതി മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എക്സാം എഴുതി. അപ്പോൾ എക്സാം എഴുതി തിരിച്ചു വരുന്ന സമയത്ത് റീകോൾസ്, അതായത് ടീച്ചർമാർക്ക് ഇതിൻ്റെ ആൻസർ കീ ഒന്നും നമുക്ക് തരില്ല, പക്ഷേ ടീച്ചർമാരും കുട്ടികളും കൂടി ചേർന്ന് നമുക്ക് ഒരു ആൻസർ കീ രൂപത്തിൽ എന്തോ ഉണ്ടാക്കി അവർ രാത്രിയോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും തരും. അപ്പം ഞാനും ആ സംഭവം ടീച്ചർ നോക്കിയില്ല. അപ്പം ഞാനത് കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു ടീച്ചർ നോക്കിയില്ല, അപ്പം ഞാനും നോക്കില്ല, ഞാനും മാതാവിന് വിട്ടുകൊടുത്തു, മാതാവ് നോക്കട്ടെ. അപ്പം ഞാൻ അങ്ങനെ നോക്കില്ല എന്ന് വിട്ടുകൊടുത്തു. പക്ഷെ ഞാൻ നോക്കില്ല എന്ന് വിചാരിച്ച് രണ്ടാമത്തെ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തി 2ാമത്തെ ദിവസം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരൻ വിളിച്ചേക്കാണ്, നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഞാൻ റീകോളൊക്കെ നോക്കി, എനിക്ക് ഇത്രയും മാർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു, നിനക്ക് എത്രയും നീ പ്രതീക്ഷിക്കണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ടില്ല. അപ്പം പുള്ളി ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറയാൻ തുടങ്ങി. അത് 2ാമത്തെ സെക്ഷനിൽ നിന്നാണ് പുള്ളി ഉത്തരങ്ങളൊക്കെ പറയുന്നത്. അതായത് അവനെ ഏതൊക്കെ തെറ്റിയിട്ടുണ്ടോ ആ ചോദ്യങ്ങൾ എന്നോട് പറയാം. ഞാൻ ശരിയാന്ന് വിചാരിച്ചിരുന്ന 2ാമത്തെ സെക്ഷനിൽ അവൻ പറയണ എല്ലാ സാധനം അവനും ഒരുമിച്ച് തെറ്റിച്ചേക്കാം. അപ്പോൾ ആ പ്രതീക്ഷയും പോയി. 1ാമത്തെ സെക്ഷൻ ഓൾറെഡി പോയേക്കാം, 2ാമത്തെ സെക്ഷൻ ഇത് കേട്ടപ്പോൾ അതും പോയി.
പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ ഞാൻ വാട്സാപ്പ് നോക്കല്ല, ഇൻസ്റ്റാഗ്രാം നോക്കല്ല, സ്റ്റാറ്റസ് സ്റ്റോറി ഒന്നും നോക്കണ്ടായി. പിന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്ത് ഇന്നലെ റിസൾട്ട് വന്നു. ആക്ച്വലി ഇന്നലെ ഉച്ചയ്ക്ക് 1:30 1 മണിക്ക് അങ്ങാണ്ട് റിസൾട്ട് വന്നത്. ഞാൻ അറിഞ്ഞത് രാത്രി 1:30. കാരണം ഞാൻ അതൊന്നും നോക്കണില്ലല്ലോ. രാത്രി 1:30 ആയപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു കൂട്ടുകാരത്തി എനിക്ക് മെസ്സേജ് അയച്ചേക്കാം, എങ്ങനെയുണ്ട് റിസൾട്ട്, നീ പാസ്സായോ? ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ റിസൾട്ടോ എന്ത് റിസൾട്ട് ഞാനൊന്നും അറിഞ്ഞില്ല. പിന്നെ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ 1 മണിയായപ്പോൾ അങ്ങോട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ രാത്രി 1:30 വീട്ടിലെല്ലാവരും ഓർക്കണം. ഞാനിങ്ങനെ മൂങ്ങനെ പോലെ ഇരുന്നുകൊണ്ട് ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ പോയി നേരെ ഓടി. എന്തിനാ? ആദ്യം പച്ചത്തിരിയും നീലത്തിരിയും എടുത്തു, കത്തിച്ചു, തൈലം പൂശി, ഫോണിൽ തൈലം പൂശി. പിന്നെ ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എന്താ മുമ്പ് മമ്മി അതിന്മ അടയാളം വെച്ചതുകൊണ്ടാണോ എന്തുകൊണ്ടെന്ന് അറിയില്ല, ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് എസ്തേറിൻ്റെ രാജ്ഞിപദമാണ്. അപ്പം എൻ്റെ ഗ്രാജുവേഷൻ്റെ സമയത്തും കുറച്ച് ഇഷ്യൂസ് ഉണ്ടായപ്പോൾ മമ്മിക്ക് ഇതേ സെയിം ആണ് കിട്ടിയത്, എസ്തേറിൻ്റെ രാജ്ഞിപദം. അപ്പോൾ ഒരു പ്രതീക്ഷ, അപ്പം മിക്കവാറും മാതാവ് കൂടിയുണ്ട്, പാസ്സാവായിരിക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത്, ഞാൻ പറഞ്ഞത് 177 187 ഇടയിലുള്ള മാർക്ക്. എനിക്ക് മാതാവ് തന്നത് 183 മാർക്ക്. ഞാൻ പറഞ്ഞ മാർക്ക്, ഞാൻ ഏതിൻ്റെ ഇടയിൽ വരണമെന്ന് പറഞ്ഞ മാർക്കോ അത് മാതാവ് എനിക്ക് തന്ന് എന്നെ ജയിപ്പിച്ചു. പിന്നെ പെർസെൻറ്റേജ് നോക്കിയപ്പോൾ, പാസിംഗ് പെർസെൻറ്റേജ് നോക്കിയപ്പോൾ ഭയങ്കര കുറവ്. എത്ര ഡിഫിക്കൽട്ടായിരുന്നു എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് എന്തോ പറയാനില്ല, ഒത്തിരി സന്തോഷം മാത്രമേ പറയാനുള്ളൂ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതിന് 100% എഫേർട്ട് ഇട്ടില്ലെങ്കിലും മാതാവ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, എൻ്റെ മെറിറ്റിൽ എനിക്ക് കിട്ടില്ല, മാതാവ് ഇറങ്ങി വന്ന് എനിക്ക് തന്നു. ഞങ്ങളുടെ വീട്ടിലും എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ, ഇവിടുന്ന് ഞാൻ പത്രം വാങ്ങി അന്ന് തന്നെ ഞാനും മമ്മിയും കൂടി എല്ലാ വീടുകളിലും വഴിയിലും നമ്മൾ അറിയാത്ത സ്ഥലത്തൊക്കെ പോയി നടന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഇവിടുന്ന് കുഞ്ഞു കാശ് രൂപങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ എല്ലാവർക്കും എക്സാമിൻ്റെ സെൻറ്ററിൻ്റെ ചുറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, പിന്നെ ഞങ്ങൾ ഒരു പള്ളി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എക്സാം സെൻറ്ററിൻ്റെ അടുത്തുള്ള പള്ളി, സെൻറ്റ് ആൻസിൻ്റെ പള്ളിയാണ് ഞങ്ങൾ നോക്കി വെച്ചത്. പക്ഷേ എക്സാമിന് എന്നെ കയറ്റി വിട്ടിട്ട് അവർ ഓട്ടോറിക്ഷ കയറി പോയപ്പോൾ ഓട്ടോറിക്ഷക്കാരെ കൊണ്ടുവന്ന് വിട്ടത് മാതാവിൻ്റെ അവിടുത്തെ വലിയ പള്ളിയിലാണ് അവർ കൊണ്ടുവന്ന് വിട്ടത്, ഒരു വലിയ പള്ളി മാതാവിൻ്റെ. അപ്പോൾ അതൊക്കെ മാതാവിൻ്റെ ഒരു അടയാളമായിട്ടും ഇടപെടലായിട്ടും കാണുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞത്, എനിക്കങ്ങനെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൺലൈനായിട്ട് കുഞ്ഞു സംഭാവനകളാണ് ചെയ്യാറ്. പിന്നെ മമ്മിയുടെ ഒപ്പം പോയി ഇങ്ങനെ ഫുഡ് കൊടുക്കുകയും അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. എല്ലാത്തിനും മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 37 അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും, അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജിപ്സാന ജിനി തൃശ്ശൂർ തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. വളരെയേറെ സന്തോഷത്തോടും വ്യക്തതയോടും കൂടിയാണ് ജിപ്സാന തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. FMG എന്ന എക്സാം എത്രമാത്രം കോമ്പറ്റീറ്റീവ് നിറഞ്ഞതാണെന്നും അത് എത്ര ശതമാനം പേര് പാസ്സായെന്നും അവരുടെ എണ്ണവയ്ക്ക് കൃത്യമായിട്ട് ഈ മകളുടെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഈ ഒരു വർഷത്തെ 12% വിജയം ലഭിച്ചതും 37,000 പേര് എഴുതിയിൽ 400-something പേര് പാസ്സായതും അതിലൊരാളാകുവാനായിട്ട് ഈ മകൾക്ക് സാധിക്കുക ചെയ്തത് പരിശുദ്ധ അമ്മയോടുള്ള ഉടമ്പടി ജീവിതത്തോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. അതുതന്നെയാണ് ഈ മകള് പൂർണ്ണമായിട്ടുള്ള ഉറച്ച വിശ്വാസം തന്നെ ഈ മകളുടെ വാക്കുകളിൽ നമുക്കത് മനസ്സിലാകുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ മനുഷ്യരുടെയും കളറുകളിലേക്ക് ഒരു അടയാളങ്ങളെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ മകളും ആഗ്രഹിച്ചത് ഒരു അടയാളം തന്നെയാണ്. എന്നാൽ മനുഷ്യരല്ലായിരുന്നെങ്കിലും അവിടെയുള്ള ചുറ്റുമുള്ള സാധന സാമഗ്രികളിൽ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അടയാളത്തെ തിരിച്ചറിയാനായിട്ട് ഈ മകൾക്ക് സാധിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഈ മകളുടെ കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം തനിക്ക് ഒരു മെറിറ്റില്ല എന്നുള്ളൊരു ബോധ്യം അത് പരിശുദ്ധ അമ്മയുടെ കൃപയാലും ഈ മകൾക്ക് ലഭിച്ചതാണെന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് ഈ മകൾക്ക് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് താൻ പാസ്സായ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകാനുള്ള വലിയ ആഗ്രഹം പരിശുദ്ധ അമ്മ അത് നടത്തി കൊടുക്കുകയും ചെയ്തത്. അതുതന്നെയാണ് അൾത്താരയ്ക്ക് മുമ്പിൽ ഈ മകള് സാക്ഷ്യമായിട്ട് പറയുകയും ചെയ്യുന്നത്. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനി ഈ മകളെ ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ എല്ലാവിധമായ നിയോഗങ്ങളിലും ആവശ്യങ്ങളും
പരിശുദ്ധമ്മ നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കട്ടെ എന്ന്. എൻ്റെ പേര് ആൽഫി, ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 മാർച്ച് 3-ാം തീയതിയാണ്. അന്ന് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ആദ്യത്തെ എൻ്റെ നിയോഗമായിട്ട് വെച്ചിരുന്നത് OET എക്സാം പാസ്സാക്കി തരണം എന്നായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ NCLEX-RN എക്സാം അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, ഭയങ്കര ടഫുള്ളൊരു എക്സാമാണ്. ഭയങ്കര എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ OET തന്നെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ OET എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തു, അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. പക്ഷേ എനിക്ക് റിക്വയർഡ് ആയിട്ടുള്ളൊരു സ്കോർ കിട്ടിയില്ല. പിന്നെ ഞങ്ങളുടെ നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ കരിയർ ഗ്യാപ്പ് വരരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച കോളേജിലെ ഹോസ്പിറ്റലിലേക്ക് തന്നെ ജോലിക്ക് വേണ്ടി കയറി. അവിടെ വർക്ക് ചെയ്തു, കുറച്ച് നാൾ അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം മാതാവിൻ്റെ ഇടപെടൽ മൂലം എൻ്റെ ഫ്രണ്ട്സ് വഴി എനിക്ക് NCLEX-RNൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. ജോലിയും അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ടുള്ള കോച്ചിങ് ഞാൻ എടുത്തത്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം ഭയങ്കര മടുത്തൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്തു. കാരണം ഇത് ഭയങ്കര വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കാണ്, ഒത്തിരി ടോപ്പിക്കുണ്ട്. അപ്പോൾ എനിക്കിത് പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ജോലി അവിടെ നിന്ന് റിസൈൻ ചെയ്യാം, ഇനിയിപ്പം വീട്ടിൽ വന്ന് എന്തെങ്കിലും നോക്കിയാൽ, കാരണം ഞാൻ ഓൾറെഡി ഡേറ്റ് എടുത്തായിരുന്നു. അപ്പം ഇനി വീട്ടിൽ വന്ന് എന്തെങ്കിലും നോക്കാം, കാരണം എനിക്ക് കുറച്ച് ടൈം കിട്ടിയാലേ എനിക്ക് എന്തെങ്കിലും പഠിച്ച് അത് പാസ്സാകാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് റിസൈൻ ചെയ്യാലോ എന്ന് വിചാരിച്ച് അങ്ങനെ റിസൈൻ ചെയ്തു. വീട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ടൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പം അമ്മേനെ നോക്കണം, പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നത് എനിക്ക് കുറച്ചും കൂടി ടൈം കിട്ടും, പഠിക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ എനിക്ക് പറ്റിയില്ല, കാരണം എന്തൊക്കെയോ നോക്കി എന്നല്ലാണ്ട് ശരിക്കും ഒന്നും നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ അതിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനും പപ്പയും കൂടിയും ബാംഗ്ലൂർ വെച്ചായിരുന്നു എൻ്റെ എക്സാം എഴുതാൻ വേണ്ടി ബാംഗ്ലൂർക്ക് പോയി. ഫെബ്രുവരി 26-നായിരുന്നു എൻ്റെ എക്സാം. ഞാനങ്ങനെ ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഇടയ്ക്ക് യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്സ് വരുമ്പോൾ കാണുമെങ്കിലും അങ്ങനെ ഡെയിലി ഞാൻ കേൾക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷെ അന്നത്തെ ദിവസം എന്നോട് പപ്പ പറഞ്ഞു ഇന്നത്തെ ഡെയിലി ബ്രെഡ് കേട്ടിട്ട് നമുക്ക് എക്സാമിന് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ ഡെയിലി ബ്രെഡ് കേട്ടു. അന്ന് അച്ഛൻ പറഞ്ഞു 7 എന്നൊരു നമ്പർ നിങ്ങളെ കാണിക്കുന്നുണ്ട്, 7-ന് പ്രാധാന്യം കൊടുക്കുന്നവരെ കാണിക്കുന്നുണ്ട്, അത് സ്വർണ്ണ നിറത്തിലാണ് കാണിക്കുന്നതെന്നും അത് തീർച്ചയായിട്ടും സാക്ഷ്യപ്പെടുത്തണമെന്നും പറഞ്ഞു. അതും കേട്ട് ഞാൻ ഉടമ്പടി വസ്തുക്കൾ മാതാവിൻ്റെ കാശുരൂപ എൻ്റെ കൊന്തയിലും ഇട്ട് ഉപ്പും എൻ്റെ നാക്കിലും കുറച്ച് ഞാൻ ഇട്ടിട്ട് പിന്നെ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിലും പൂശി അങ്ങനെയൊക്കെ ഞാൻ എക്സാമിന് കയറി. ഒരു കമ്പ്യൂട്ടർ അഡാപ്റ്റഡ് എക്സാം ആയിരുന്നു ഇത്. കമ്പ്യൂട്ടറിലായിരുന്നു നമ്മൾ എക്സാം എഴുതേണ്ടിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കുഴപ്പമില്ല, കുറച്ച് ഈസിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് അത് ഭയങ്കര ടഫാകാൻ തുടങ്ങി. ഇപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിതറിയില്ല, ഞാൻ എന്ത് ചെയ്യുമെന്നറിയില്ല. പിന്നെ അച്ഛൻ്റെ രാവിലത്തെ ടോക്കിൽ ഞാൻ 7 എന്ന നമ്പർ കേട്ടുകൊണ്ട് അത് കേട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ എനിക്കറിയില്ല, ഡൗട്ട് തോന്നിയ ക്വസ്റ്റ്യൻസും അല്ലാത്ത ക്വസ്റ്റ്യൻസും എനിക്കറിയില്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഞങ്ങൾക്ക് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് 7 എന്ന നമ്പർ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയില്ല, ഞാൻ എന്തായാലും അത് വിശ്വസിച്ചു, അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അറ്റൻഡ് ചെയ്തു. എക്സാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ എന്നോട് എൻ്റെ പപ്പ പറഞ്ഞു, അത് ഞങ്ങൾക്ക് അന്ന് ബാംഗ്ലൂർ റൂം എടുത്തത് 205 എന്ന് പറഞ്ഞ റൂം നമ്പർ 205 ആയിരുന്നു. അപ്പോൾ അന്ന് പപ്പേനെ ആരോ മനസ്സിലിങ്ങനെ 2+5 7 എന്നിങ്ങനെ ആരോ മനസ്സിലിങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് വരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഞങ്ങൾ ഈ ഡെയിലി ബ്രെഡിൻ്റെ ടോക്ക് കേൾക്കുന്നത് തന്നെ. അതും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പം അമ്മ എന്നോട് ചോദിച്ചു, നീ ഇന്നലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേട്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കേട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അല്ലെങ്കിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടത് 7-ാമത്തെ ദിവസമായതുകൊണ്ട് തന്നെ 7 എന്ന നമ്പറിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അമ്മ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുമ്പം അതിൽ ലൈക്ക് അടിക്കാൻ നേരത്ത് എപ്പോഴും അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ ലാസ്റ്റ് 7 നമ്പർ, ലാസ്റ്റ് അല്ലെങ്കിൽ അതിൽ എപ്പോഴെങ്കിലും ഒരു 7 നമ്പർ വരുമ്പോഴാണ് അമ്മ എപ്പോഴും ലൈക്ക് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഉറപ്പായിട്ടും പാസ്സാകും, നീ പേടിക്കണ്ട, മാതാവ് നിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എഴുതി 3-ാമത്തെ ദിവസം തൊട്ട് ഞങ്ങളുടെ വെബ്സൈറ്റിൽ റിസൾട്ട് അവൈലബിൾ ആണ്. പക്ഷേ എന്നോട് ആരോ പറയുന്നല്ലോ, നീ ഇന്ന് നോക്കണ്ട, നീ 7 ദിവസം വെയിറ്റ് ചെയ്യേ, 7-ാമത്തെ ദിവസം നോക്കിയാൽ മതി എന്ന്.
ടെൻഷനുണ്ട്. കാരണം 3 ദിവസം റിസൾട്ട് അവൈലബിൾ ആണ്, എന്നാലും കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. ടെൻഷനുണ്ടായെങ്കിലും ഞാൻ ആരും എന്നോട് പറയുന്നല്ലോ, അപ്പം ഞാൻ 7 ദിവസം വെയിറ്റ് ചെയ്യാം, എന്തായാലും മാതാവ് എനിക്കൊരു 7 നമ്പർ തന്നതാണല്ലോ, അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് 7ാമത്തെ ദിവസം വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ 7ാമത്തെ ദിവസം റിസൾട്ട് നോക്കുന്നതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ ഒരു ചേച്ചി ഡെലിവറി, എൻ്റെ അമ്മയ്ക്ക് ഒരു ഡെലിവറി, അമ്മയുടെ സിസ്റ്റേഴ്സ് പുറത്തുനിന്ന് കൊടുത്തുവിട്ട് ഒരു ഡെലിവറി ഒരു ഗിഫ്റ്റായിട്ട് വന്നു. അതൊരു നീല കളറുള്ള ചുരിദാറായിരുന്നു. മാത്രമല്ല ആ ചേച്ചി വന്നത് ശരിക്കും മാതാവ് വരുന്ന പോലെ, നമ്മൾ നല്ല ചിരിച്ചൊരു മുഖത്തോടെ, പ്രസന്നതയോടെയുള്ളൊരു മുഖത്തോടെയാണ് ആ ചേച്ചി വന്നത്. അപ്പോഴേ എൻ്റെ മനസ്സിൽ എനിക്ക് എന്തോ പോലെ ലൈക്ക് മാതാവ് വന്നതാണ്, എനിക്ക് എന്തായാലും കിട്ടും എന്ന് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാരെനിക്ക് റിസൾട്ട് വായിച്ചു തന്നു. നീ പാസ്സായി എന്ന് പറഞ്ഞു. പാസ്സായി. അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അതുപോലെ തന്നെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ NCLEX പാസ്സായി. ഇനി അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാകുമെന്നായിരുന്നു. അപ്പോൾ IELTS അല്ലെങ്കിൽ OET ഇതിലേതെങ്കിലും. OET ഞാൻ ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല. അപ്പം IELTS ചൂസ് ചെയ്യാൻ ഓർത്തുകൊണ്ട് അങ്ങനെ IELTS ഞാൻ ആദ്യം ചൂസ് ചെയ്തു. പക്ഷേ എനിക്കിത് ടഫായിട്ട് തോന്നി. എൻ്റെ മനസ്സിൽ ആരോ തോന്നിക്കുന്ന പോലെ, നീ OET എഴുതുക, ഒരു പ്രാവശ്യം കൂടി എഴുതാൻ നിനക്ക് കിട്ടും, മാതാവ് ഇങ്ങനെ പറയുന്ന പോലെ, എനിക്കിങ്ങനെ ഭയങ്കര ഒരു ബലം തരുന്ന പോലെ. അപ്പം ഞാൻ OET എങ്ങനെ എന്തെങ്കിലും ആട്ടെ സാരമില്ല, OET എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ OETക്ക് വേണ്ടി ഡേറ്റ് എടുത്തു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണം. അതായത് ഒന്നെങ്കിൽ എൻ്റെ സീറ്റിൻ്റെ നമ്പർ 7 ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എക്സാമിനർ ഒരു നീല കളറുള്ള ഡ്രസ്സ് ഇട്ട ഒരാളായിരിക്കണം എന്ന്. പക്ഷേ എനിക്ക് OETയുടെ സീറ്റ് നമ്പർ കിട്ടിയത് 8 ആയിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടാണ് എക്സാം ഹാളിൽ കയറിയത്. അവിടെ ചെന്നപ്പം എൻ്റെ എക്സാമിനർ ഒരു നീല ഷർട്ട് ഇട്ട ഒരാളായിരുന്നു. എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ ആദ്യം OET എഴുതി, ആ OETനേക്കാളും എക്സാമിനേക്കാളും ടഫായിരുന്നു ഈ പ്രാവശ്യത്തെ എക്സാം. പക്ഷേ ഞാൻ നോൺ ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ അതിൽ തന്നെ ഉറച്ച് വിശ്വസിച്ചു. എങ്ങനെയോ എൻ്റെ 4 മൊഡ്യൂളാണ് ഞങ്ങൾക്കുള്ളത്. ലിസണിങ്, റീഡിങ്, റൈറ്റിങ്, സ്പീക്കിങ്. എൻ്റെ സ്പീക്കിങ്ങിന് കിട്ടിയ ഇൻ്റർലോക്കേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ്. എനിക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ എന്തോ എന്നെ കൊണ്ട് ആരോ പറയിപ്പിക്കുന്ന പോലെ എനിക്ക് എന്തൊക്കെയോ പറയാൻ പറ്റി. പക്ഷെ ഞാൻ വിശ്വസിച്ചു. എക്സാം എല്ലാം കഴിഞ്ഞ് എന്നോട് ആൾക്കാർ, പപ്പയും മമ്മിയൊക്കെ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ടഫായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു, കാരണം എൻ്റെ മനസ്സിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതിൽ തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ OETയുടെ റിസൾട്ട് 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ജൂലൈ 9-ാം തീയതിക്ക് മുന്നേ എനിക്ക് റിസൾട്ട് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ജൂലൈ 7-ാം തീയതി തന്നെ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. ഇന്ന് ജൂലൈ 9 എനിക്ക് സാക്ഷ്യപ്പെടുത്താനും സാധിച്ചു. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അറിയിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ നേഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഹോസ്പിറ്റലിലും എൻ്റെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫുകൾക്കും അങ്ങനെയുള്ളവർക്കൊക്കെ പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ രോഗികൾക്ക് ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ പപ്പയുടെ ഒരു ഫ്രണ്ട്, അവരുടെ മക്കൾക്ക് ചോദിച്ചില്ലെങ്കിലും അങ്ങനെ അറിഞ്ഞ് ഒരു സഹായം ചെയ്യാൻ പറ്റി. എനിക്ക് സാലറി ഒന്നും ഒത്തിരി ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും പറ്റുന്ന പോലെയൊക്കെ അങ്ങനെ സഹായം ചെയ്യാൻ പറ്റി. അതുപോലെ ഞാൻ വർക്ക് ചെയ്തത് സെൻറ്റ് ജോൺസിലായിരുന്നു, ബാംഗ്ലൂർ. അവിടെ ഒരു ക്രിസ്ത്യൻ ബേസ്ഡ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും തന്നെ മാസ് ഉണ്ടായിരുന്നു, രാവിലെയും വൈകുന്നേരം. അപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ PM-ൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കുർബാന കൂടാനുള്ള അവസരം ഉണ്ടായിരുന്നു. PM ആണെങ്കിൽ രാവിലെ കുർബാന കൂടിയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ പല കാര്യങ്ങളും മാതാവ് നടത്തി തന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഞാൻ അങ്ങനെ ഡെയിലി ബ്രെഡ് അന്ന് ഞാൻ അങ്ങനെ എപ്പോഴും കേൾക്കാവുന്ന വ്യക്തിയല്ലായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാ ദിവസവും തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കും. അതുപോലെ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യമുണ്ട്. എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളൂ, നമുക്ക് തക്ക സമയത്ത് മാതാവ് എല്ലാം നടത്തിത്തരും. കാരണം എനിക്ക് അന്ന് ആദ്യം OET കിട്ടിയായിരുന്നെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ലായിരുന്നു, കാരണം 2 വർഷം ഇതിന് വാലിഡിറ്റി ഉള്ളൂ. പക്ഷേ എനിക്ക് ഇപ്പോഴായിരുന്നു OETയുടെ ആവശ്യം. അന്ന് എനിക്ക്, അതായത് ഈ സമയത്ത് തന്നെ എനിക്ക് മാതാവ് അത് നടത്തി തന്നു. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി. 45-ാം സങ്കീർത്തനം 18-ാം തിരുവചനം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ആൽഫി ജോജോ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, യേശുവിൽ നിന്നൊരു ജാമ്യം എടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ പലപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. അടയാളം കാണിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് വിഷയത്തിനല്ല പ്രാധാന്യം എന്ന് തീർത്ത് പറയുന്ന ഒരവസ്ഥയിലാണ്. എൻ്റെ OET പാസ്സാകുന്നതോ എൻ്റെ NCLEX പാസ്സാകുന്നതൊന്നുമല്ല. അത് സമയച്ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് പ്രാപിച്ചു തരും. അതോടൊപ്പം തന്നെ നമ്മുടെ ഏതൊരു ജീവിത പ്രതിസന്ധിയിലായാലും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ മകൾക്ക് കിട്ടിയത് ഗോൾഡൻ 7 എന്ന ഒരു വലിയ സന്ദേശമായിരുന്നു.
ആ മകൾ അതിൽ തന്നെ വിശ്വസിച്ച് തൻ്റെ പ്രതിസന്ധി സമയങ്ങളിൽ അമ്മയ്ക്കുണ്ടായ സർജറി സമയത്തായാലും ജീവിതത്തിൽ ഒന്ന് പഠിച്ച് ഒരുങ്ങി പരീക്ഷ എഴുതാനുള്ള ഒരു അവസ്ഥയില്ലാതിരുന്നപ്പോഴെല്ലാമാണ് തൻ്റെ യോഗ്യത ഒട്ടും തന്നെയില്ല, ഇനി കൃപയിലാണ് ഞാൻ ജയിക്കാൻ പോകുന്നത്. കൃപയുടെ ഒരു അടയാളമായി മകൾക്ക് ലഭിച്ചത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞ ഗോൾഡൻ നമ്പർ 7 ആണ്. ആ 7-ൽ ഈ മകൾക്ക് എല്ലാം കറക്കി കുത്തിയാണ് ഇട്ടതെങ്കിലും കൂടി പരിശുദ്ധ അമ്മ തന്നെ മകൾക്ക് വേണ്ടി പരീക്ഷ എഴുതി പാസ്സാക്കിയ ഒരു നല്ല സാക്ഷ്യമാണിത്. നമ്മൾ ഉടമ്പടി ഉഴപ്പിയിട്ടും അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടെങ്കിൽ നാം ഒന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭാവി ദൈവം വർത്തമാനകാലമാക്കി എന്ന് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ ആ രജിസ്റ്ററിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്തു എന്നാണ്. നാം എത്ര തന്നെ അകന്നു പോയാലും ദൈവം നമ്മെ ചേർത്ത് പിടിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ നീലക്കാപ്പയിൽ നാം സുരക്ഷിതരാണെന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഈ ഉടമ്പടി നാം ജീവിച്ചു തുടങ്ങുമ്പോഴാണ്. ഉടമ്പടി എന്ന് പറയും ചിലരെങ്കിലും അതൊരു വളരെ ലാഘവത്തോടു കൂടി കാണുകയാണെങ്കിൽ അതൊരു വളരെ തെറ്റായ സമീപനമാണ്. ഉടമ്പടി വളരെ സീരിയസ് ആയ കാര്യം തന്നെയാണ്. ചിലരെല്ലാം പറയും എനിക്ക് സാധിക്കാവുന്നതുപോലെയൊക്കെ ഞാൻ ചെയ്തു. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം ഒരിക്കലും എനിക്ക് സാധിക്കാവുന്നതുപോലെയുള്ള വാഗ്ദാനത്തിൻ്റെ ഫുൾഫിൽമെൻ്റ് അല്ല നമുക്ക് വേണ്ടി നേടിത്തരുന്നത്. ദൈവം തരുന്നത് വളരെ പരിപൂർണമായ ഒരു വലിയ ഗിഫ്റ്റാണ്, ഓഫറാണ് നമുക്ക് തരുന്നതെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി നാം നീങ്ങുമ്പോൾ ഒരിക്കലും ഈശോയെ കൈവിടാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അനുഗ്രഹം നാം എപ്പോഴും ഒരു അനുതാപത്തിൻ്റെ ലെവലിലേക്ക് വന്നിട്ട് വേണം അത് സ്വീകരിച്ചെടുക്കാനായി. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ അനുഗ്രഹവും അനുതാപവും ഒന്നിച്ച് നീങ്ങുമ്പോൾ നമുക്ക് എത്രമാത്രം ഈശോയോട് അടുത്തിരിക്കുന്നുവോ അത്രമാത്രം അനുഗ്രഹത്തിൻ്റെ ആ ഒരു നീർച്ചാൽ നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. പരിശുദ്ധ അമ്മ പാടിയതുപോലെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കൃപ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ മകൾക്ക് ലഭിച്ചത് സത്യമായും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ആ ഉടമ്പടി അടിസ്ഥാനത്തിലൂടെ ടൈം ഷോർട്ടനിങ്ങിലാണ് ഈ മകൾക്ക് പരീക്ഷകൾ ജയിച്ചതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. സമാനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ ആൽഫിയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സാക്ഷ്യം പറയാൻ അനുവദിച്ച കൃപ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സ്നേഹ. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 3/2/2023 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ജോലി ഇല്ലാതെ ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ആ സമയത്ത് ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, ബാങ്കിങ് എക്സാംസിനൊക്കെ. പക്ഷേ ചിലതിന് പ്രിലിംസ് ക്ലിയർ ചെയ്യും, ചിലത് മെയിൻസ്, ചിലത് ഇൻ്റർവ്യൂ. പക്ഷേ ഫൈനൽ ലിസ്റ്റിൽ വന്നിട്ടില്ലായിരുന്നു. അതുപോലെ ജോലി ഇല്ലാതെ ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അത് ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഒരു ദിവസം എറണാകുളത്തുനിന്ന് ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ജോലിയില്ല എന്നുള്ളത്. കുറേ നാളായി ജോലി ഇല്ലാതെ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ദിവസം എറണാകുളത്ത് നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ആൻറ്റി ആ ബസ്സിൽ കയറി. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ വേറെ സീറ്റിലിരിക്കുമായിരുന്നു. ആ സീറ്റിൽ നിന്ന് എണീറ്റ് ഞാൻ ഈ ആൻറ്റിയുടെ അടുത്ത് വന്നിരുന്നു. പുള്ളിക്കാരി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേരെടുത്ത് സംസാരിക്കുകയും കൃപാസനത്തെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു ആളായിരുന്നു. അങ്ങനെ പുള്ളിക്കാരിയായിട്ട് ഞാൻ അറിയത്തില്ല, ഞാൻ അങ്ങ് സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ പറയുന്ന എല്ലാം ആൻറ്റി കേട്ടു. എന്നെ കുറേ ആശ്വസിപ്പിച്ചു, എനിക്ക് കുറേ സൊല്യൂഷൻസൊക്കെ പറഞ്ഞു തന്നു. പിന്നെ എന്നെ വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും അങ്ങനെ അതായിരുന്നു ആദ്യമായിട്ട് ഞാൻ എൻ്റെ ആ ഇരുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് ഉയർന്നു വരാനുള്ള ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത്. അങ്ങനെ പുറത്തോട്ട് പോകാനുള്ള IELTS എഴുതാം എന്നൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ വളരെ കുറച്ച് പ്രിപ്പറേഷനോട് കൂടിയാണ് ഞാൻ IELTS എഴുതിയത്. എനിക്ക് IELTS ക്ലിയർ ചെയ്യാൻ പറ്റി. അതുപോലെ ഞാൻ സ്പീക്കിങ്ങിന് എൻ്റെ ഞാൻ ആകെ ഒരു ക്വസ്റ്റ്യനെ പഠിച്ചുള്ളൂ, അതുതന്നെ എനിക്ക് സ്പീക്കിങ്ങിന് വന്നു. ഞാൻ ഉപ്പും അതുപോലെ തന്നെ വിശുദ്ധ തൈലവും കാശുരൂപവും എല്ലാം ഉപയോഗിച്ചിരുന്നു ആ സമയത്തും. അങ്ങനെ ഞാൻ അപ്പം തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി. പക്ഷെ ഞാൻ കുറേ നാളവിടെ നിന്നു. എനിക്ക് പുറത്തോട്ട് പോകാനുള്ള ഒന്നും ശരിയായില്ല. എനിക്ക് കുറേ ഫണ്ട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരുപാട് വിഷമിച്ചിനി ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു നല്ല ജോലിയില്ല എന്നുള്ളൊരു അങ്ങനെ ഞാൻ വിഷമിച്ച ഒരു ദിവസം ഞാനിങ്ങനെ വെട്ടുകാട് പള്ളിയിൽ പോയിരുന്നു. കുറേ നേരം ഞാൻ കരഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ ക്യാബിൻ ക്രൂ ജോലിയെപ്പറ്റി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു എന്തോ എൻ്റെ ഉള്ളിൽ നിന്നൊരു ശക്തി, ഒരു കൺവിക്ഷൻ ഉണ്ടായി. ഇത് തന്നെയായിരിക്കും എനിക്ക് ഉള്ള ജോലി, ഇത് ഞാൻ എന്തായാലും ട്രൈ ചെയ്യണം. അത് ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിക്ക് 27 years വരെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അറിയത്തുള്ളൂ. എനിക്ക് ആ സമയത്ത് 26 വയസ്സും 7 മന്ത്സും ഉണ്ടായിരുന്നു. അപ്പം എനിക്കിനി വളരെ കുറച്ച് നാൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇത്രയും ലേറ്റായിട്ട് ചിലപ്പോൾ ഇത് എനിക്ക് അറിയിച്ചു തന്നത് മേ ബി സ്റ്റിൽ എനിക്കൊരു ചാൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു ഫാക്ടർ കൊണ്ടായിരിക്കും. അങ്ങനെ എനിക്കത് ഭയങ്കര കൺവിക്ഷനായിരുന്നു. അങ്ങനെ ഞാൻ ഇതുപോലെ എല്ലാ വെബ്സൈറ്റ്സിലെല്ലാം കയറി നോക്കാൻ തുടങ്ങി, എവിടെയെങ്കിലും ഹയറിംഗ് ഉണ്ടോ, എവിടെയെങ്കിലും ഇൻ്റർവ്യൂസ് ഉണ്ടോ എന്നൊക്കെ. പക്ഷെ ഞാൻ ഒന്നും കണ്ടില്ല. എല്ലായിടും ഹയറിംഗ് കഴിഞ്ഞു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതിനുശേഷം ഇതുപോലെ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് രാവിലെ, അപ്പം ഞാൻ എന്നും ആ സമയത്ത് രാവിലെ കുർബാനയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. കുർബാനയ്ക്ക് പോയിട്ട് ഞാനിതുപോലെ അന്ന് ഞാൻ കുമ്പസാരിച്ചിട്ട് പക്ഷെ പെട്ടെന്ന് തന്നെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുക, ഇന്ന വെബ്സൈറ്റിൽ ഇന്ന സെക്ഷനിൽ പോയി നോക്കാം. ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തല്ല, വേറൊരു സെക്ഷനിൽ പോയി നോക്കാൻ. അപ്പോൾ അതൊരു മെയ് 7-ാം തീയതി ആയിരുന്നു. അങ്ങനെ മെയ് 14-ാം തീയതി ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ഞാൻ കാണുകയും 7 ഡേയ്സ് ടൈം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തു, സെക്കൻഡ് റൗണ്ട് ക്ലിയർ ചെയ്തു, തേർഡ് റൗണ്ട് എത്തിയപ്പോൾ എനിക്ക് 10 kgs ഓവർ വെയ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ അവിടെ അപ്പം ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചായിരുന്നു, ഒരു തവണ ഞാൻ പോകും, എനിക്ക് കിട്ടുവാണെങ്കിൽ മീൻസ് ഞാൻ പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഹോപ്പില്ല. കാരണം ഓൾറെഡി എനിക്ക് ഇത്രയും മീൻസ് ഏജായി, അപ്പോൾ ചിലപ്പോൾ എടുക്കത്തില്ലായിരിക്കും, എടുക്കുമോ, അങ്ങനെ ഒരു ഡൗട്ടിലായിരുന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ തേർഡ് റൗണ്ടിൽ BMI റൗണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ മാം എൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര ശക്തമായിട്ട് എൻ്റെ അടുത്ത്, ഭയങ്കര അധികാരത്തോടെ എൻ്റെ അടുത്ത് പറയുന്ന പോലെ തോന്നി, നീ 15 ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും വരണം, അറ്റ്ലീസ്റ്റ് 5 kgs എങ്കിലും റെഡ്യൂസ് ചെയ്തിട്ട് വാ, നീ ഉറപ്പായിട്ടും വരണം, നിന്നെ എനിക്കിവിടെ കാണണം 15 ഡേയ്സ് കഴിഞ്ഞിട്ട് അടുത്ത ഇൻ്റർവ്യൂവിലെന്ന്. അങ്ങനെ ഞാൻ വെയിറ്റ് കുറച്ചിട്ട് വീണ്ടും ചെന്നു. വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ ഫൈനൽ റൗണ്ട് വരെ പോയി. എൻ്റെ CV അവർ സെലക്ട് ചെയ്തു, പക്ഷേ എൻ്റെ പ്രൊഫൈൽ ഹോൾഡിൽ വെച്ചു. കാരണം എനിക്ക് കുറച്ചും കൂടെ ഒരു 1-2 kgs കൂടെ കുറയ്ക്കണം എന്നുള്ള ഒരു ഇതിൽ അവരെൻ്റെ പ്രൊഫൈൽ ഹോൾഡിൽ വെച്ചു. നെക്സ്റ്റ് ടൈം ലാസ്റ്റ് റൗണ്ട് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലാസ്റ്റ് റൗണ്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ടൈം പോയി. പക്ഷേ ആ സമയത്ത് ഇവർ ഫൈനൽ റൗണ്ടിൽ വന്ന ആരെയും തന്നെ എടുത്തില്ല, ആരും ക്ലിയർ ചെയ്തില്ല. റീസൺ ചോദിച്ചപ്പം പറഞ്ഞതുമില്ല. അപ്പോൾ ഭയങ്കര ഇനി ഒരു പ്രതീക്ഷയില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത്. അങ്ങനെ അതിനുശേഷം 1 വീക്ക് കഴിഞ്ഞിട്ട് വേറൊരു ഇൻ്റർവ്യൂ വേറൊരു സ്ഥലത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിതുപോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഈ ലാസ്റ്റ് ടൈം എനിക്ക് ക്ലിയർ ആവാതിരുന്ന ടൈമിൽ പിന്നെ ആദ്യം മുതൽ ഫസ്റ്റ് റൗണ്ട് മുതൽ നമ്മൾ വീണ്ടും അറ്റൻഡ് ചെയ്യണം, എന്നാലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കും. ഞാനിവിടെ കൃപാസനത്തിൽ വന്നു, 3 കെട്ട് പത്രം മേടിച്ചു. ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡിലൂടെ ഇങ്ങനെ കൊടുത്തുകൊണ്ട് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഒരു 5-6 പത്രം എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. ഞാനിങ്ങനെ കൊടുത്തിട്ട് ബസ്സിൽ കയറി ഞാൻ യൂട്യൂബ് നോക്കുമ്പം ഖത്തർ എയർവേസിൽ ക്യാബിൻ ക്രൂ ആയിട്ട് സെലക്ട് ആയ ഒരു കുട്ടിയുടെ സാക്ഷ്യം അതിൻ്റെ ഫീഡിൽ വന്നു. അപ്പോൾ അത്രയും നാളും ആദ്യം എന്തോ കുറേ വർഷങ്ങൾക്ക് മുന്നേ അതെൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്, പക്ഷേ ആ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കണ്ടു, അതെന്നെ ഒരുപാട് ബലപ്പെടുത്തി. ഞാൻ എൻ്റെ വീടെത്തുന്നത് വരെ ആ ഇൻ്റർവ്യൂ തന്നെ ലൂപ്പിൽ കണ്ടുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അടുത്ത ഇൻ്റർവ്യൂ. അപ്പം ഞാൻ ഇനി ഇൻ്റർവ്യൂ കൊടുക്കാൻ എനിക്ക് പ്ലാനൊന്നുമില്ല, ഞാനൊന്നും എൻ്റെ മനസ്സ് ബ്ലാങ്കാണ്. പക്ഷേ ഈ ഇൻ്റർവ്യൂ തന്നെ ഈ സാക്ഷ്യം തന്നെ വീണ്ടും കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ ദിവസം എത്തി, ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രാവിലെയാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഒരു ആരെങ്കിലും എന്നെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് എന്നോട് പറയുവാണെങ്കിൽ മാത്രം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, എനിക്കൊരു അടയാളം കാണിച്ചു തരണം. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ രാവിലെ എന്നോട് പറഞ്ഞു, നീ എന്തായാലും ഇതിന് പോയി നോക്ക്. അങ്ങനെ ഞാൻ വേഗം റെഡിയായി പോകുന്ന വഴിക്ക് ഞാൻ ബാക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്രം എല്ലാം കൊടുത്തിട്ട് പോയി. അതിനുശേഷം വിശുദ്ധ ഉടമ്പടി ഉപ്പ് ഞാൻ കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചൊല്ലി ആ ഇൻ്റർവ്യൂ ഹാളിൽ ഞാൻ ഇട്ടു. അപ്പോൾ അതിന് മുന്നത്തെ ഇൻ്റർവ്യൂ വരെ ഞാൻ ഈ ഉപ്പ് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഞാൻ ഉടമ്പടി തൈലം അതുപോലെ തന്നെ കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എന്നിട്ട് എൻ്റെ കാശുരൂപവും തൈലവും എടുക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്തിനാ ഉപ്പ് കൊണ്ടുപോകേണ്ട ആവശ്യം എന്താ, ഇത് ഞാൻ കൊണ്ടുപോകുന്നില്ലേ എന്നുള്ളത്. പക്ഷേ ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പം അവിടെ കൊണ്ടുപോയി ഇട്ടു. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ്, ഫോർത്ത് എല്ലാം കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഞാൻ ക്ലിയർ ചെയ്തു. എങ്ങനെ ക്ലിയർ ചെയ്തു എന്നുള്ളത് എനിക്കറിയത്തില്ല. അവിടെയും ഞാൻ ഫസ്റ്റ് റൗണ്ട് ഗ്രൂപ്പ് ഡിസ്കഷനാണ്. അപ്പം ഒരു 10-12 പേരുടെ ഒരു ഗ്രൂപ്പാണ്. ഞാൻ 11ാമതായിരിക്കുന്നത്. എല്ലാവരോടും ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു. എൻ്റെ അടുത്ത് വന്നപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു. അവരെപ്പോഴും എന്തെങ്കിലും ഒരു കോമൺ സബ്ജക്റ്റിനെ പറ്റി ആയിരിക്കും ചോദിക്കുന്നത്. ഞാൻ ഒരു ടോപ്പിക്ക് മാത്രം ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ട് പോയി, ഇത് വരുവാണെങ്കിൽ ഇങ്ങനെ പറയണമെന്ന്. അത് ചോദിച്ചു. എൻ്റെ CV സെലക്ട് ചെയ്തു. അങ്ങനെ ആ ഫസ്റ്റ് റൗണ്ടിൽ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഞാൻ മാത്രമേ സെലക്ട് ആയുള്ളൂ.
അതുപോലെ തന്നെ ഓരോരോ റൗണ്ടും പെട്ടെന്ന് എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ഇത് പൂർണ്ണമായിട്ടും എൻ്റെ കഴിവ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത്. ശക്തമായി ഞാൻ വിശ്വസിക്കുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞാൻ വീണ്ടും അതിനുശേഷവും എനിക്ക് എപ്പോഴും ഒരു അതായത് ഇത്രയും ഏജ് ആയതുകൊണ്ട് ഇനി ട്രെയിനിങ്ങിൻ്റെ ടൈമിലായാലും ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ പ്രശ്നം വരുമോ അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനിവിടെ വന്നു, അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നതും എല്ലാം. അതുപോലെ ട്രെയിനിങ്ങിൻ്റെ ടൈമിലാണെങ്കിലും ഫസ്റ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏവിയേഷനായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് അതിലോട്ട് പോകുന്നത്. അങ്ങനെ ആദ്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ട്രെയിനിങ്ങിന് പോയപ്പം അവിടെയാണെങ്കിലും ഞാൻ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുകയും അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും നമുക്ക് ഷിഫ്റ്റായിട്ടാണ് ട്രെയിനിങ് ഉള്ളത്. അപ്പം പോകാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഓൺലൈൻ കാണുകയും അത് എന്നെ ഒരുപാട് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുത്തിട്ടുള്ള സമയങ്ങളിലെല്ലാം. അതുപോലെ തന്നെ വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വഴികൾ തുറന്ന് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഇൻ്റർവ്യൂവിനെ പറ്റി ഞാൻ അറിയുന്നത് വിശുദ്ധ കുമ്പസാരം ഉള്ള സമയത്താണ്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ, ഒരു ഭയങ്കരമായിട്ട് ഡിസ്റ്റൻസ് ഫീൽ ചെയ്ത ഒരു സമയത്ത് ഞാനിതുപോലെ വിശുദ്ധ കുമ്പസാരം നടത്തി. അതിനുശേഷം എൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആലോചിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പം അത് നടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അത് കേൾക്കുന്നതിന് എന്തെങ്കിലും ഒരു സൈൻ കാണുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ചെയ്തിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം, ഫസ്റ്റ് പത്രത്തിൻ്റെ കാര്യം പറയുമ്പം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ ഫെയിലായി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ വീണ്ടും പറയുന്നു. ഞാൻ ഇങ്ങനെ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്കിതുപോലെ ഒരു സാക്ഷ്യം കാണാൻ സാധിച്ചതും അതെന്നെ ഒരുപാട് ബലപ്പെടുത്തിയതും. അതുപോലെ അനാഥാലയങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ എന്നും ഫുഡ് മേടിക്കുമ്പോൾ ഒരാൾക്കും കൂടിയുള്ള ഫുഡ് മേടിക്കും. എന്നിട്ട് ഞാൻ എന്നും ഒരാൾക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും ഫുഡ് കഴിക്കാതെയൊക്കെ ഇരിക്കുന്ന വഴിയിലൊക്കെ കാണുവാണെങ്കിൽ ഞാൻ ഫുഡ് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫുഡായിട്ടും എൻ്റെ കയ്യിലുള്ള പൈസയായിട്ടും ഒക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സ്നേഹരാജൻ കൊല്ലം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിലെ വലിയൊരാഗ്രഹമായിരുന്നു പഠനത്തിന് ശേഷമുള്ളൊരു ജോലി വേണമെന്നുള്ളത്. എന്നാൽ അത് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളായിരുന്നു കൊണ്ട് തന്നെ എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഒരു വ്യക്തിയിലൂടെ തൻ്റെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുവാനുള്ള പ്രചോദനങ്ങൾ ഉടമ്പടി എടുത്ത ഒരു സഹോദര കയ്യിൽ നിന്ന് സ്നേഹിക്ക് ലഭിക്കുകയൊക്കെ ഉണ്ടായി. അതിനെ തുടർന്നാണ് മുമ്പോട്ട് കടന്നു പോവുകയും IELTS അത് പാസ്സാകുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തത്. അതിനെ തുടർന്ന് പല ഇൻ്റർവ്യൂ ഒക്കെ പോകുന്നുണ്ടെങ്കിലും അതിൽ പലവിധങ്ങളായ തടസ്സങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നെ ഒരു ഹസ്ബൻഡിൻ്റെയൊക്കെ സച്ചയോടുകൂടി ക്യാബിൻ ക്രൂ എന്ന ജോബിനെ പറ്റി അറിയുകയും അതിനെ തുടർന്ന് കൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ഏജ് ലിമിറ്റ് എന്നൊരു വലിയ കാര്യത്തെ ഒരു പ്രശ്നമായി. കാരണം 18 മുതൽ 27 വയസ്സുള്ള ആൾക്കാർക്കാണ് ആ ജോലി. കാരണം സ്നേഹയ്ക്ക് 26-7 മാസമാകുമ്പോഴത്തേക്കാണ്. കാരണം ഓൾറെഡി ഏജ് ലിമിറ്റ് തീരാറായിട്ടുള്ളൊരു സമയം കൂടിയാണ്. എന്നാൽ അതിനിടയിൽ ഉറച്ചൊരു വിശ്വാസം പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടാണെങ്കിലും അതോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു സാക്ഷ്യം കേൾക്കാനൊക്കെ ആയിട്ട് ഇടയൊക്കെ ആയത്. കാരണം തൻ്റെ ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പത്രങ്ങളൊക്കെ ഇങ്ങനെ കൃപാസന പത്രങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കുമാണ് പരിശുദ്ധ ഇടപെടലെന്നോണം ഈ ഒരു സാക്ഷ്യം കേൾക്കാനായിട്ട് ഇടയുണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. കാരണം അത് പരിശുദ്ധ അമ്മ ഇമാൾക്ക് കാട്ടിക്കൊടുക്കുകയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു സംരക്ഷണം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാരണം മകളുടെ വാക്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അവിടുത്തെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു കൃപയിലാണ് ഈ ജോലി ലഭിച്ചതെന്ന്. കാരണം ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോഴും താൻ ഏത് ക്വസ്റ്റ്യനാണോ പ്രിപ്പയർ ചെയ്തത് അതിൽ നിന്നുകൊണ്ട് ചോദിക്കുകയും തനിക്കത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ
പെർഫോമൻസ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ ആ ഒരു വന്നിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഈ മകൾക്ക് മാത്രം സെലക്ഷൻ കിട്ടിക്കൊണ്ട് ജോലി ലഭിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹവും കൃപയും തന്നെയാണ്. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ ഇനിയും വലിയ വലിയ ദൈവാനുഗ്രഹങ്ങളാൽ പരിശുദ്ധ അമ്മ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷികളായിട്ട് ഇനിയും സ്നേഹം ഉയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മയോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡിബിയ. ഞാൻ വരുന്നത് അമ്പഴക്കാട്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 29 മാർച്ചിലാണ്. ഉടമ്പടി നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഇറ്റലിക്ക് പോകാൻ വേണ്ടിയിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് വിഷമിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പുറത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നത്. ഞാനപ്പോൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെക്ക് എല്ലാവർക്കും വിസ അടിക്കുന്നത് 2-3 പ്രാവശ്യമൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ അമ്മ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ വിസ അടിച്ച് തരണം. എൻ്റെ 2-3 പ്രാവശ്യം വയ്ക്കാനുള്ള പൈസയൊന്നുമില്ല. അപ്പം അമ്മ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ വിസ തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചേട്ടൻ്റെ പാസ്പോർട്ട് കൊടുത്തു. ആളെനിക്ക് മെയ് 12 ചൊവ്വാഴ്ച 11:30 എനിക്ക് ഡേറ്റ് ബോംബെയിൽ എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് അമ്മ തരുന്ന ഡേറ്റ് ആയിരിക്കണം. അതുപോലെ ചൊവ്വാഴ്ച തന്നെ എനിക്ക് ഡേറ്റ് തന്നു. പോവാനുള്ള ടിക്കറ്റ് എടുത്തു. അപ്പം ഞാൻ എൻ്റെ ബ്രദറും കൂടിയാണ് പോകാൻ തീരുമാനിച്ചത്. ടിക്കറ്റ് 155 വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. പോകുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ എനിക്ക് ബോംബെക്കുള്ള ടിക്കറ്റ് കൺഫേം ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. പോകുന്ന അന്ന് തിരിച്ചുള്ള ടിക്കറ്റും കൺഫേം ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. ഞാൻ പ്രാർത്ഥിച്ച് പോയി. എനിക്കിപ്പോൾ ലാംഗ്വേജ് ഒന്നും അറിയില്ല. അവിടെ അവർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷും അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ല. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ കൂടെ വരണം, അമ്മ അവിടെ സംസാരിക്കണം, എനിക്ക് ഫസ്റ്റത്തെ പ്രാവശ്യം തന്നെ വിസ ലഭിക്കണം എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7 എന്ന് എപ്പോഴും തെളിഞ്ഞു വരുമായിരുന്നു മെഴുതിരിയിൽ. അത് ഞാൻ പോയി ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ അവിടെ പോകുന്നതിന് മുമ്പ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. എനിക്ക് പോകുന്നതിന് കുറച്ച് മുമ്പാണ് പാസ്പോർട്ട് തരുന്നത്. അപ്പോഴും ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അവിടെ ഓഫീസിൽ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ ആദ്യം എന്നോട് സംസാരിച്ചത് ഹിന്ദിയിലാണ്. അപ്പം എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നീടുള്ളതൊക്കെ എന്നോട് ഇംഗ്ലീഷിൽ സംസാരിച്ചത്. ഞാൻ നല്ല കോൺഫിഡൻ്റായിട്ട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ട്രെയിനിൽ വെച്ച് എൻ്റെ ഏജൻ്റ് എന്നെ വിളിച്ചു, BSF നിന്ന് നിന്നെ വിളിക്കും, അപ്പോൾ നീ ഫോൺ എടുക്കണ്ട, കാരണം ലാംഗ്വേജ് ഇല്ല, അപ്പോൾ അവർ മെയിൽ അയച്ചോളും. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നെ അവർ ഫോൺ വിളിക്കണ്ട, ഒന്നില്ലെങ്കിൽ അവിടെ മെയിൽ അയച്ചോട്ടെ, അല്ലെങ്കിൽ ഡയറക്റ്റ് എനിക്ക് വിസ തന്നാൽ മതി, അത് മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ബ്ലൂ ഡാർട്ടിൽ നിന്ന് വിളിച്ചു. എൻ്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. പിറ്റേ ദിവസം ഏജൻറ്റ് പോയിട്ട് എനിക്ക് രാവിലെ മെസ്സേജ് അയച്ചു, എൻ്റെ വിസ എനിക്ക് ലഭിച്ചു. ഞാൻ ആരോടും പറഞ്ഞില്ല. പിറ്റേ ദിവസം മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞിട്ടാണ് മറ്റുള്ളവരോടെല്ലാവരും പറഞ്ഞത്. അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, പിറ്റേ ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ എനിക്ക് ടിക്കറ്റിനായിട്ട് കൊടുക്കണമെന്ന്. എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് നാളെ 1.5 ലക്ഷം രൂപ വേണം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അമ്മ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ഇവിടെ ചേർത്തല എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ വിളിച്ചു, എടി പൈസ റെഡിയായി, ഇന്ന് വേണമെങ്കിൽ ഇന്ന് തന്നെ തരാമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ മാതാവിനോട് അവിടെ വെച്ച് തന്നെ നന്ദി പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ടിക്കറ്റിൻ്റെ ക്യാഷ് ഞാൻ അയച്ചു കൊടുത്തു. പിന്നെയും കാശ് വേണമായിരുന്നു. ഞാനപ്പോൾ ലോൺ വയ്ക്കാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ
മാതാവിനോട് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തി എന്നോട് പറഞ്ഞു, ഞാൻ 4 ലക്ഷം രൂപ തരാം. ഒന്നുമില്ലാണ്ട് തന്നെ അവൾ എനിക്ക് 4 ലക്ഷം രൂപ എനിക്ക് തന്നു. അതെല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളാണ് നടന്നിരുന്നത്. ബാക്കിയുള്ള പണവും എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ അപ്പച്ചൻ്റെ ഒരു കൂട്ടുകാരൻ തന്ന് സഹായിച്ചു. അങ്ങനെ എല്ലാ പണവും എനിക്ക് കൊടുക്കാൻ സാധിച്ചു. ഇതെല്ലാം എനിക്ക് സമയ ചുരുക്കത്തിലാണ് ലഭിക്കുന്നത്. പിന്നെ ഇന്നലെ ചൊവ്വാഴ്ച 7-ാം തീയതി 2:30 മണിക്കാണ് എനിക്ക് എൻ്റെ പാസ്പോർട്ടും എൻ്റെ ടിക്കറ്റും ലഭിക്കുന്നത്. എൻ്റെ മെഴുതിരിയിൽ കാണിച്ച 7 എന്ന സംഖ്യ എനിക്കപ്പോൾ മനസ്സിലായി. പിന്നെ ഈ ശനിയാഴ്ച 7:30-ക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ അപ്പോൾ ഇറ്റലിക്ക് പോവാണ്. എൻ്റെ കൂടെ വെച്ച എല്ലാവർക്കും റിജക്ഷനാണ്. എനിക്ക് മാത്രമാണ് എനിക്ക് അമ്മ വിസ തന്നത്. മാതാവിന് ഉണ്ണീശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികൾ, ഞാൻ പത്രം വാങ്ങിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊടുക്കാറ്. അവിടെ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് മാതാവിനെ പറ്റി പറഞ്ഞാണ് കൊടുക്കാറ്. പിന്നെ ഞാൻ പുത്തൻവേലിക്കര ഒരു അസീസി എന്ന സ്ഥലത്ത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള അമ്മമ്മമാരെ പോയിട്ട് അവരെ കുളിപ്പിക്കാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്യാനും സാധിച്ചു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഉപവാസം എടുത്താണ് അവിടെ പോയിരുന്നത്. കാരണം അവർ ആകെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ അത് നന്നായിട്ട് എൻ്റെ മക്കളെ ചെയ്യുന്ന പോലെ ചെയ്യാൻ എനിക്ക് സാധിച്ചു. പിന്നെ ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവായിരുന്നു. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കായിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കായിരുന്നു. ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ബൈബിൾ വായിക്കുമായിരുന്നു. ഇനിയും മരണം വരെ ഉടമ്പടി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞ് എൻ്റെ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായം 6-ാം വാക്യം. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഡിബിയ അമ്പഴക്കാട് തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കിൽ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു എപ്രകാരം പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണവും കരുതലും ഡിബയുടെ ജീവിതത്തിൽ ഉണ്ടായെന്നുള്ളത് തന്നെ. അത് ഇറ്റലിയിലേക്ക് പോകുവാനൊക്കെ ഉണ്ടായ സാഹചര്യവും അതേ തുടർന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത്. ലാംഗ്വേജിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴും അവർ സംസാരിക്കുമ്പോഴാണെങ്കിലും ലാംഗ്വേജിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള പരിശുദ്ധ അമ്മയിലുള്ള ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്. ഇവർ ഇൻഫർമേഷൻ തരുമ്പോൾ അത് മെയിലൂടെ മാത്രമായിരിക്കണമെന്നുള്ളത്. അത് പരിശുദ്ധ അമ്മ അത് സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ഈ മകളുടെ ജീവിതാനുഭവങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മകളുടെ വാക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് പണത്തിൻ്റെതായ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തൻ്റെ കയ്യിലൊന്നുമില്ല, പരിശുദ്ധ അമ്മ തന്നെ വേണം വഴികൾ കാട്ടിത്തരണമെന്ന് പറയുമ്പോൾ സ്വന്തം അമ്മയിലൂടെയും അപ്പച്ചനിലൂടെയും കൂട്ടുകാരുടെയൊക്കെ പരിശുദ്ധ അമ്മ ഒരു സഹായമായിട്ട് കടന്നു വരുന്നതൊക്കെ ചെയ്യുന്നത് ഉടമ്പടി ജീവിതത്തോട് കാട്ടുന്ന ഉറപ്പായ സമർപ്പണം തന്നെയാണ്. അതുതന്നെയാണ് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് ഇറ്റലിയിലേക്ക് പോകുവാനും അതിന് വേണ്ട മാർഗങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ക്രമപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത്. ഉടമ്പടിയിൽ ഡിബിയെ കാണിച്ച വിശ്വസ്തത തന്നെയാണ്. ഈ ഒരു വിശ്വസ്തത തന്നെ നമ്മുടെയൊക്കെ ജീവിതമുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒപ്പം ഇനി മുമ്പോട്ടുള്ള ഡിബിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനി മുമ്പോട്ട് പോകുവാൻ ഡിബി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. തന്നെ ഈ പരിശുദ്ധമായ അൾത്താരയിൽ ഇങ്ങനെ വന്ന് നിന്ന് സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹം തന്നതിന് എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ആനി ഡേവിഡ്. ഞാൻ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇങ്ങനെ
ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മലപ്പുറത്ത് നിന്ന് ആലപ്പുഴ വരെ ഒറ്റയ്ക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ പിന്നെ ഞാനൊരു ദിവസം എൻ്റെ രണ്ടാമത്തെ മകനും ഭാര്യയാണ് ഈ നിൽക്കുന്നത്. ഇവൻ്റെ വിവാഹാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു നിയോഗം, ഉടമ്പടിയിലെ ഒരു നിയോഗം ഈ മോൻ്റെ വിവാഹമായിരുന്നു. അങ്ങനെ വിവാഹം ആലോചിച്ചിട്ട് പ്രപ്പോസലുകൾ ധാരാളം വരും, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ നടക്കാതെ ആയപ്പോൾ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഞങ്ങളിവിടെ ആരും അന്ന് വന്നിട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇത്രയും ദൂരം ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റുമോ എന്നുള്ളൊരു ശങ്ക ഉണ്ടായിരുന്നു. അവസാനം ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇന്നൊന്ന് ആലപ്പുഴ കൃപാസനം വരെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത്, നീ എന്നും പള്ളിയിൽ പോകുന്നുണ്ട്, ധാരാളം കൊന്തെത്തിക്കുന്നുണ്ട്, മാതാവ് എല്ലായിടത്തും ഇല്ലേന്ന് പറയും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുള്ളി യെസ് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ആലപ്പുഴ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് പോയി. എല്ലാവരും പറയാറുണ്ട് സാക്ഷ്യത്തിൽ 3 മാസം കൊണ്ട് എല്ലാം ശരിയാവുമെന്ന്. പക്ഷേ 3 മാസം കൊണ്ട് ശരിയായില്ലെങ്കിലും പ്രാർത്ഥനയിൽ മാതാവിനെ ആശ്രയിച്ച് കൊന്ത ചൊല്ലി മാതാവിനോട് മാധ്യസ്ഥം യാചിച്ച് തന്നെ നിന്നു. 1 പത്രോസ് 5:6 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അങ്ങനെയുള്ള വചനങ്ങളും ചിന്തിച്ച് നടന്നു. പിന്നെ 2024 ഡിസംബറിൽ ഇവരുടെ വിവാഹം ഉറപ്പിച്ചു. അപ്പോൾ ഈ മക്കൾക്ക് ലീവില്ലാത്തത് കൊണ്ട് അന്നേരം അത് നടത്താൻ പറ്റിയില്ല. പിന്നെ 2025 മെയ് 4-ാം തീയതിയാണ് വിവാഹം നടന്നത്. ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഞങ്ങൾ വിചാരിച്ചതിലും വളരെ ഭംഗിയായിട്ട് ആ വിവാഹം നടന്നു. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം മാതാവിനോട് മാധ്യസ്ഥം യാചിച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ മാതാവ് സഞ്ചാരി മാതാവല്ലേ, എല്ലാ കാര്യങ്ങളും അമ്മ നോക്കി നടത്തണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഹോള്, ഡ്രസ്സ്, എന്ത് കാര്യങ്ങളിലായാലും അമ്മ മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ടായി. സഞ്ചാരി മാതാവല്ലേ, അമ്മ പ്രത്യേകം നടത്തി തരണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ മാത്രമല്ല, ഇങ്ങനെ ഒട്ടനവധി മക്കളുടെ വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ ഈസ്റ്റർ കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാ കുടുംബങ്ങളിലേക്കും അമ്മ പോകണേ, മാധ്യസ്ഥം യാചിക്കണേ, വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഈ മെയ് മാസത്തിലാണ് ഈ കല്യാണം നടന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം വളരെ കുറവാണ് ആവാറ്. ഒരുവിധം കേരളത്തിലൊക്കെ വേനൽക്കാല രൂക്ഷമായ കാലമാണല്ലോ. അപ്പോൾ കല്യാണത്തിന് വെള്ളം ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു, നല്ല പേടിയുണ്ടായിരുന്നു. മാർച്ച് മാസം മുതൽക്ക് തന്നെ നമ്മുടെ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന വെഞ്ചിരിച്ച ഉപ്പ് ഞങ്ങളുടെ കിണറ്റിലിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി കിണറ്റിന് ചുറ്റും നടന്നിരുന്നു. അങ്ങനെ 7 ആഴ്ച, കല്യാണത്തിൻ്റെ മുന്നേ 7 ആഴ്ച അങ്ങനെ നടന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാവണേ എന്ന് പറഞ്ഞു. കല്യാണത്തിൻ്റെ ആവശ്യത്തിന് ഞങ്ങൾക്ക് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചില്ല. പിന്നെ അതേമാതിരി തന്നെ കല്യാണമാകുമ്പോൾ എല്ലാവരോടും നല്ല രീതിയിൽ എല്ലാവരോടും ക്ഷണിക്കും, എല്ലാ വ്യക്തികളും വരുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ക്ഷണിച്ചവരും എല്ലാവരും നല്ല ഭംഗിയായിട്ട് കല്യാണത്തിൽ വന്ന് പങ്കെടുത്തു, സന്തോഷമായിട്ട് പിരിഞ്ഞു. വേറൊരു എൻ്റെ രോഗസൗഖ്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ കഴിഞ്ഞ 2026 മാർച്ച് മാസത്തിൽ എൻ്റെ വലത് കൈയിൻ്റെ കക്ഷത്ത് നല്ല വേദന. സാധാരണ എനിക്ക് കൈ വേദന ഉണ്ടാവാറുണ്ട്, അത് കൈയിൻ്റെ റിസ്റ്റിൻ്റെ അവിടെ, മുട്ടിൻ്റെ അവിടെ മാത്രമാണ് ഉണ്ടാവാറ്. ഇത് കക്ഷത്താണ് നല്ല വേദന. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം അത് നീരർക്ക് എങ്ങനെയാവും മാറിക്കോളും എന്ന് വിചാരിച്ചു. പക്ഷേ പിറ്റേ ദിവസം അധികം അത് കൂടി വന്നു. പക്ഷേ കൂടി വന്നിട്ട് ഞാനത് വീട്ടിൽ ആരോടും പറഞ്ഞില്ല, ഹസ്ബൻഡിനോടോ മക്കളോടോ ഒന്നും പറഞ്ഞില്ല. എന്നും സാക്ഷ്യം കേൾക്കണ പതിവുണ്ട്. രാവിലെയും വൈകിട്ടൊക്കെ 2, 3, 4 സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കും, അടുക്കളയിൽ മൊബൈൽ കൊടുന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം കേട്ട സാക്ഷ്യത്തിൽ ഒരു ലേഡി പറയുന്നുണ്ട്, കൃപാസനം മാതാവുള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം എന്ന്. അപ്പോൾ എനിക്ക് ഈ വേദനയായിട്ട് നോക്കുമ്പോൾ ഈ സെൻറ്റൻസ് തന്നെ എൻ്റെ കാതുകളിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് വന്ന് നമ്മുടെ വിശുദ്ധ തൈലെടുത്ത് അവിടെ പുരട്ടി കുരിശു വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ ഒരു അരിമ്പാറയുടെ ഒക്കെ മാതിരിയുള്ള ഒരു തടിപ്പാണ്. 2 തടിപ്പുണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അപ്പോൾ ഈ തടിപ്പ് എന്നൊക്കെ കേട്ടാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് ഭയങ്കര പേടിയുള്ളതാണ്. ഒരു 20 വർഷം മുമ്പ് എനിക്കിങ്ങനെ തടിപ്പ് കണ്ടിട്ട് ബയോപ്സി ചെയ്തിട്ട് വളരെയധികം സങ്കടപ്പെട്ട്
വീട്ടിലെല്ലാവരും ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു. അന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടായില്ലെങ്കിലും പക്ഷേ ഈ ബയോപ്സി റിസൾട്ടുള്ള ആ 5 ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, എൻ്റെ ഈ തടിപ്പ് നാളത്തേക്കാണ്ട് മാറ്റി തരണേ. എല്ലാവരും സാക്ഷ്യത്തിൽ പറയാറുണ്ടല്ലോ, ഒന്നുമില്ല, ഒരു പാടുമില്ലാണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കണില്ലേ. അതേമാതിരി എൻ്റെ ഈ തടിപ്പും അമ്മ മാറ്റിത്തരണം, വേദനയും മാറ്റിത്തരണം എന്ന് പറഞ്ഞ് നല്ല മനസ്സിൽ വിഷമിച്ച് തട്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് ചെയ്തത്. പിറ്റേ ദിവസത്തേക്ക് നോക്കുമ്പോൾ ആ തടിപ്പോ വേദനയോ ഒന്നും എനിക്കില്ല. മാതാവ് ചെയ്ത ഒരത്ഭുതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങളോട് എല്ലാവരോടും കൂടി പറയുന്നു. വിശുദ്ധ തൈലത്തിനും വെഞ്ചരിച്ച വസ്തുക്കൾക്കും ധാരാളം നല്ല പ്രത്യേകത ഉണ്ട്. അത് നമ്മൾ വിശ്വാസപൂർവ്വം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് നല്ല ഫലം ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേമാതിരി തന്നെ സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. 2ാമത്തെ പ്രാവശ്യം ഞാനിവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ ഈ എൻട്രൻസിൽ, കൃപാസനം എൻട്രൻസ് ഇങ്ങോട്ട് കടന്ന വഴിക്ക് തന്നെ നല്ലോണം മുല്ലപ്പൂവിൻ്റെ മണം നന്നായിട്ടുണ്ടായി. അപ്പം ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെയും നല്ല മുല്ലപ്പൂവിൻ്റെ നല്ല മണം. ഞാൻ വിചാരിച്ചു ആരെങ്കിലും മുല്ലപ്പൂ വെച്ചവരാണോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി എൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സാക്ഷ്യത്തിൽ പറയുന്ന പോലെ അപ്പം ഞാൻ വിചാരിച്ചു മാതാവിൻ്റെ സാന്നിധ്യം തന്നെയാണ് എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയും പല പ്രാവശ്യം സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എന്നും പള്ളിയിലേക്ക് പോകുന്ന വ്യക്തിയാണ്. അതേമാതിരി അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കുമ്പസാരിക്കാറുണ്ട്. പക്ഷേ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നുള്ള ആ തോന്നലും ഒക്കെ ഉണ്ടായത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. പിന്നെ അതേമാതിരി ബൈബിൾ വായിക്കാറുണ്ട്. അത് അരമണിക്കൂർ തികച്ച്, ഇപ്പോൾ അരമണിക്കൂറിന് കൂടുതലാണ്. സമയം കിട്ടുമ്പോൾ ഒരുമിച്ച് അരമണിക്കൂർ ഇരുന്ന് വായിക്കാൻ പറ്റിയില്ലെങ്കിലും 10 മിനിറ്റോ 15 മിനിറ്റോ അങ്ങനെയൊക്കെ ആയിട്ട് അരമണിക്കൂറിന് അധികം വായിക്കാറുണ്ട്. പിന്നെ അതേമാതിരി തന്നെ എൻ്റെ മൂത്ത മകൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവൻ എടുത്തതിന് ശേഷം എല്ലാ മാസവും 2 കെട്ട് പത്രം വാങ്ങും, വരുത്തിക്കും. അതിലൊരു കെട്ട് അവനും 1 കെട്ട് ഞാനും കൊടുക്കും. അത് ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർമാർക്ക് അങ്ങനെയൊക്കെ നടന്നിട്ട് ആദ്യത്തെ 1-2 മാസം കൊടുക്കാനായിട്ട് എല്ലാവരും പറയണ മാതിരി ഒരു വിഷമമുണ്ടായിരുന്നു. ഞങ്ങളുടെ പള്ളിയിലാണ് കൊടുത്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻസിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പള്ളിയിൽ കൊടുക്കൽ നിർത്തി, പിന്നെ പള്ളിയിൽ കൊടുക്കാറില്ല. നല്ല ആവശ്യപ്പെട്ട് ചോദിക്കണവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലുമൊക്കെ ചെന്നിട്ട് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കാറ്. പിന്നെ അതേമാതിരി തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഏതെങ്കിലും അനാഥാലയത്തിലേക്കോ ഏതെങ്കിലും വ്യക്തികൾക്കോ ഡയാലിസിസ് ചെയ്യുന്നവർക്കോ അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ജപമാല മുടക്കാറില്ല, ആദ്യമല്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ജപമാല മുടക്കാനായിട്ട് ഒരിക്കലും നമുക്ക് തോന്നാറില്ല. ഈ പ്രാർത്ഥനകളൊക്കെ രാവിലത്തെയും വൈകിട്ടത്തെയും സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ചെല്ലാറുണ്ട്. ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ ഓരോരുത്തർക്ക് ഓരോരുടെ ജീവിതാവസ്ഥയ്ക്ക് അനുസരിച്ച സാക്ഷ്യങ്ങൾ വരുമ്പോൾ അവർക്കത് ഞാനത് അയച്ചു കൊടുക്കും. അവരെയും കൂടി എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ആനി ഡേവിഡ് മലപ്പുറം തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവച്ചു തരികയായിരുന്നു. ഈ അമ്മയുടെ നിയോഗമെന്ന് പറയുക തൻ്റെ മകൻ്റെ വിവാഹം തന്നെയാണ്. കാരണം വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള ഉടമ്പടിയിൽ സമർപ്പിച്ചപ്പോൾ, കാരണം അതിനു മുമ്പ് വരെ ഒത്തിരിയേറെ ആലോചനകൾ വന്നെങ്കിലും അത് പല രീതിയിൽ കടന്നു പോവുകയായിരുന്നു. എന്നാൽ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് അത് വിവാഹം നടക്കുകയും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ വീട്ടുവളപ്പിലെ കിണറിലെ വെള്ളത്തിൽ കാരണം വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളം പറ്റിപ്പോന്നുള്ള വലിയ ആശങ്കയെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ വിവാഹം മംഗളകരമായിട്ട് യാതൊരു കുഴപ്പമില്ലാതെ കണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണയിൽ അത് നടക്കുകയുണ്ടായി. കാരണം ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസം തന്നെയാണ് പൂർണ്ണമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്തു. കാരണം ഈ അമ്മയുടെ വാക്കുകൾ നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സാക്ഷ്യങ്ങൾ നിരവധിയായിട്ടിരുന്ന് കേൾക്കുമെന്നത്. കാരണം സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ കൃപാസന മാതാവുള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണമെന്ന് സാക്ഷ്യത്തിൽ കേട്ടതുപോലെ തന്നെ ഉറച്ച വിശ്വാസമാണ്
പരിശുദ്ധ അമ്മ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിന് ഭയപ്പെടണമെന്നുള്ളത്. അതുതന്നെയാണ് ഈ മുമ്പോട്ട് പോകുവാനായിട്ടുള്ള ധൈര്യം തന്നെ കൊടുക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുകൊണ്ടാണ് തനിക്ക് ലഭിച്ച രോഗസൗഖ്യമൊക്കെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള തൻ്റെ ജീവിതം തന്നെയാണ്. പൂർണ്ണമായിട്ടും ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും അമ്മ മാതാവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ. ഇതെൻ്റെ ഭർത്താവ് വിനോദ്. ഞങ്ങൾ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2022 മാർച്ച് മാസത്തിലാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാനുണ്ടായ ഒരു സാഹചര്യം, ഞാൻ എൻ്റെ അമേരിക്കയ്ക്കുള്ള പ്രോസസ്സിങ് ഒരു 16 വർഷമായിട്ട് തടസ്സപ്പെട്ട് കിടക്കുമായിരുന്നു. അപ്പം 16 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഏജൻസി എന്നോട് പറഞ്ഞു IELTS മാത്രം എഴുതിയാൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ IELTS എഴുതി 2-3 പ്രാവശ്യം എഴുതിയിട്ട് ഞാൻ പാസ്സായില്ല. അങ്ങനെ ഒരു IELTS എക്സാമിന് വേണ്ടി ഒരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ മതി, തടസ്സങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് കരുതി ഇനി ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത IELTS പരീക്ഷ എഴുതത്തുള്ളൂ. അപ്പോൾ ആ പരീക്ഷ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ജയിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ആ 15 ദിവസം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഉടമ്പടിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നു. 15ാമത്തെ ദിവസം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ റിസൾട്ട് വന്ന ആ ദിവസം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എല്ലാ ഉടമ്പടി പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. കുർബാന സ്വീകരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. എന്നാലും ഞാൻ ബൈബിൾ വായിക്കുകയും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും കൃപാസനത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഓൺലൈനിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ എൻ്റെ അമേരിക്കയ്ക്കുള്ള പ്രോസസ്സിങ് ഭയങ്കര ഫാസ്റ്റായിരുന്നു. ഒരുപാട് തടസ്സങ്ങൾ എനിക്കുണ്ടായി. അവിടുത്തെ USCIS എൻ്റെ പേപ്പറുകൾ കാണാനില്ലെന്ന് വരെ പറഞ്ഞു. മെഡിക്കൽ ചെയ്തപ്പോൾ എൻ്റെ മോൾക്ക് TB ആണെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭർത്താവിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അതുപോലെ പറഞ്ഞാൽ തീരാത്ത കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയും അമ്മയും ആഗ്രഹിക്കുന്നതാണെങ്കിൽ മാത്രമേ എന്നെ കൊണ്ടുപോകാമുള്ളൂ, എനിക്കല്ലാതെ പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, ദൈവം കൂടി ഇല്ലെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന് തന്നെ തീരുമാനിച്ചു. അപ്പം ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ 10 മാസത്തിനുള്ളിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് എനിക്ക് അമേരിക്കയ്ക്കുള്ള വിസ എൻ്റെ കയ്യിൽ കിട്ടി. അങ്ങനെ ഞങ്ങൾ പോയപ്പോഴും ഞാൻ ഈശോയോടും അമ്മയോടും പറയുമായിരുന്നു എന്നെ കൃപാസനത്തിൻ്റെ ഒരു സാക്ഷിയാക്കണം. അതുപോലെ തന്നെ എനിക്ക് മുൻപേ ഈശോയും അമ്മയും അവിടെ ചെന്ന് എന്നെ സഹായിക്കണം. ഞാൻ യേശയ്യ 45:2-3 വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഒടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ വചനം ഞാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ ചെന്ന സ്ഥലത്ത് ഞാൻ അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല. എനിക്കറിയാത്ത സ്ഥലം, പുതിയ സാഹചര്യങ്ങൾ, എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഞങ്ങളുടെ ആദ്യത്തെ ആ 1 വർഷത്തെ സ്ട്രഗിളിലെല്ലാം എപ്പോഴും ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോലും അറിയാത്ത, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പലരും ഞങ്ങളെ സഹായിക്കാനായിട്ട് ഓടി വന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെയും വലിയൊരു ഇടപെടലുണ്ടായി. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. ഇന്ന് എനിക്കും ഹസ്ബൻഡിനും എൻ്റെ മക്കൾക്കും അവിടുത്തെ ഗ്രീൻ കാർഡുണ്ട്. ഇതെൻ്റെ 1ാമത്തെ സാക്ഷ്യമാണ്. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു 20 വർഷത്തോളമായിട്ടൊരു തർക്കം ഉണ്ടായിരുന്നു. സ്ഥലം സംബന്ധിച്ച് കുടുംബക്കാർ തമ്മിലുള്ളൊരു തർക്കമായിരുന്നു. അത് ഒരു തരത്തിലും ഒത്തുതീർപ്പാക്കാൻ പറ്റാതെ പല കോടതികൾ കയറി ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് അവരുടെ ആ സ്ഥലത്ത് പോയി, തർക്കമുള്ള സ്ഥലത്ത് പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അവിടെ കയറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പം ഞങ്ങളുടെ സ്ഥലം, ഞാൻ ആ സ്ഥലത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ സ്ഥലത്തിന് ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഇതൊന്ന് ഒത്തുതീർപ്പാക്കി തരണേ മാതാവേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം എൻ്റെ ഹസ്ബൻഡിനെ അവർ US നിന്ന് തിരിച്ച് വിളിച്ചു, ഞങ്ങളിത് ഒത്തുതീർപ്പാക്കി തരാം, നിങ്ങൾക്ക് പൈസ തരാം, ഇതെങ്ങനെയെങ്കിലും തീർപ്പാക്കണമെന്ന് ആ എതിർ കക്ഷികൾ തന്നെ വിളിച്ച് വരുത്തിച്ച് അത് ഒത്തുതീർപ്പാക്കി. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു എമൗണ്ട് തന്ന് ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി, പിണക്കങ്ങൾ ഒഴിവായി. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് തിരിച്ച് US വന്നപ്പം അവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ, അവരുടെ വീട്ടിൽ പോയി അവരുടെ അമ്മയൊക്കെ കണ്ട് സന്തോഷമായിട്ടാണ് പിരിഞ്ഞത്. അത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലാണ്, അല്ലാതെ ഈ കാര്യം ഒരിക്കലും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനോർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അച്ഛൻ ഹ്യൂസ്റ്റണിൽ വന്നപ്പോൾ ഞാൻ അവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തായിരുന്നു. അത് 2024 നവംബറിലായിരുന്നു. ആ തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് നേർച്ച വസ്തുക്കൾ കിട്ടുന്നത്. അപ്പം ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് പുതിയ സാഹചര്യങ്ങൾ, ലാംഗ്വേജ് പ്രോബ്ലം എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര പേടിയുണ്ടായിരുന്നു. ചില പേഷ്യൻസൊക്കെ ഈ നേഴ്സ് പറയുന്നത് മനസ്സിലാകുന്നില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് ഞാൻ കരഞ്ഞുകൊണ്ടൊക്കെ പേടിച്ചിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച്, കാശുരൂപമൊക്കെ ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു ശക്തിയാണ്, ഒരു ബലമാണ്. ഞാൻ പോലും അറിയാത്ത രീതിയിൽ അവിടുത്തെ ആൾക്കാർ എന്നെക്കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങി. ഞാൻ പ്രതീക്ഷിക്കാത്ത ഭയങ്കര ടഫായിട്ടുള്ള 2-3 പരീക്ഷകൾ ഞാൻ പാസ്സായി. ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതും കാശുരൂപം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതും ഒക്കെ കൊണ്ടാണത് സാധിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ 2-3 റെക്കഗ്നീഷൻസ്, ബെസ്റ്റ് നേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല പേഷ്യൻസ് എന്നെക്കുറിച്ച് എഴുതി കൊടുക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മാതാവിൻ്റെ ഈശോയുടെയും ഇടപെടലും എൻ്റെ ആണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പലർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവർ വരാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയാത്തത്. എൻ്റെ മക്കൾ ദൈവവിശ്വാസത്തിലേക്ക് കൂടുതൽ വരാനും ബൈബിൾ വായിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ എൻ്റെ ഉടമ്പടി വഴി ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഒത്തിരി ശ്രമിച്ചായിരുന്നു. ഡ്രൈവിംഗ് ഇല്ലാതെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഡ്രൈവിംഗ് അറിയാത്തത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന് ജോലിക്ക് ശ്രമിച്ചിട്ടും ഒരു ഗ്രാഫിക് ഡിസൈനറാണ്, ആ പ്രൊഫഷനിൽ ഒരു ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊക്കെ സാധിക്കാതെ ഇങ്ങനെ 2-3 വർഷങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങൾ. അപ്പം ഞാനിങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസിന് പോയപ്പം 2 വർഷത്തിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ടൊരു അറ്റംപ്റ്റിന് പോലും തയ്യാറായത്. അത്രയ്ക്ക് എനിക്ക് പേടിയായിരുന്നു. അപ്പം ഞാൻ കാശുരൂപ ഉപയോഗിച്ച് പോയി പ്രാർത്ഥിച്ചുകൊണ്ട് പോയിട്ടും എനിക്ക് അതിൽ പാസ്സാകാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിച്ചത്. എന്തായാലും ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത്, ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ മാത്രം എനിക്കിത് മതി എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം രണ്ടാമത് വേറൊരാൾ എന്നെ പഠിപ്പിക്കാനായിട്ട് വന്നു. ആ പഠിപ്പിക്കാനായിട്ട് വന്നപ്പം ആ പുള്ളിക്കാരൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഹസ്ബൻഡ് എന്നാ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഓഫീസിൽ ഒരു വേക്കൻസി ഉണ്ട്, അവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റുമോയെന്ന് ഇദ്ദേഹത്തിന് ഫോൺ വിളിച്ച് ഇങ്ങോട്ട് ചോദിച്ച് അവിടെ ഒരു ജോലി കൊടുത്തു. അതൊരു ഭയങ്കര ദൈവാനുഗ്രഹമാണ്. ആ അറ്റംപ്റ്റിൽ എനിക്ക് ലൈസൻസും കിട്ടുകയും ചെയ്തു. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ അത് കിട്ടാതിരുന്നത്, എൻ്റെ ഭർത്താവിന് ഒരു ജോലി കിട്ടിയതുമെല്ലാം ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം എന്നോട് കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ, ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എൻ്റേതല്ലാത്ത പേഷ്യൻസിനെ പോലും ഞാൻ പോയി കാണുകയും അവരെ ഒത്തിരി സഹായിക്കുകയും അവരുടെ കൂടെ നിൽക്കുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട്, ഹോസ്പിറ്റലിലൊക്കെ പത്രം കൊടുക്കാറുണ്ട്. കാശുരൂപ ഉപയോഗിച്ചതുകൊണ്ട് എൻ്റെ പല പേഷ്യൻസിനെ ഞാൻ പ്രാർത്ഥിച്ച് അവർക്കൊക്കെ രോഗസൗഖ്യങ്ങളും. എനിക്കൊരു പ്രാവശ്യം ഒരു വയലൻ്റായ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് രാവിലെ എന്നോട് ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, ഭയങ്കര വയലൻ്റാണ്, നീ ഒത്തിരി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ മനുഷ്യൻ അറിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല, അറിയാതെ ഞാൻ കാശുരൂപം ഇങ്ങനെ എൻ്റെ കയ്യിലിരുന്ന കാശുരൂപം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മുട്ടിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഐസ് പാക്ക് കൊടുത്ത വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ ഒരു ദിവസം, ആ 12 hour ഷിഫ്റ്റിൽ എന്നോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയത്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അമ്മ മാതാവ് ഈശോ എന്നെ കാത്തുരക്ഷിച്ചു. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ദൈവാനുഭവം. പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെയും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജോലിയിൽ ഒരുപാട് സംരക്ഷണം ലഭിക്കുന്നുണ്ട്. എനിക്ക് എല്ലാം ചെയ്യാനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഭയം എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സാന്നിധ്യമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഇത് പറഞ്ഞ പോലെ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാറുണ്ട്. മരുന്ന് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഞാൻ പൈസ കൊടുക്കാറുണ്ട്. വണ്ടിക്കൂലിയൊക്കെ കൊടുത്ത് ആൾക്കാരെ സഹായിക്കാറുണ്ട്. പിന്നെ ഈശോയെ എനിക്ക് പറ്റുന്നവരോടൊക്കെ ഞാൻ ഈശോയെ മാതാവിനെയും കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. യൂട്യൂബിലൊക്കെ ഇത് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 9-ാം വാക്യം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സന്ധ്യ സോമൻ കൊല്ലം തൻ്റെ അനുഭവസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ അനുഭവസാക്ഷ്യം വളരെയേറെ വ്യക്തമായിരുന്നു. വചനത്തിൻ്റെ ശക്തിയാലും സഹായത്താലും ദൈവത്തിൻ്റെ ഇടപെടലിലൂടെയാണ് തന്നെ ഈ ഒരു ഉടമ്പടി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
IELTS പാസ്സാക്കുവാൻ അത് സാധിക്കാതെ വരുമ്പോൾ അത് ഉടമ്പടി എടുക്കുവാനുള്ളൊരു കാരണമായിട്ട് മാറുകയും ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് തുടർന്ന് ഉറച്ചൊരു വിശ്വാസം ഉടമ്പടിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് IELTS എക്സാം എഴുതുകയും അത് പാസ്സാകുവാനായിട്ട് സന്ധ്യാസോമന് സാധിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും പേപ്പർ വർക്കുകളുടെ കാര്യങ്ങൾ പ്രോസസ്സിംഗ് ആണെങ്കിലും അത് വളരെയേറെ നല്ല രീതിയിൽ പരിശ്രമയുടെ ഇടപെടലിലൂടെ അത് സാധിക്കുകയൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ ചെന്നിട്ടാണെങ്കിലും നിരവധിയായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഭാഷയുടെ ആണെങ്കിലും പേടിയുടെയൊക്കെ ഭയങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും അത് പരിശുദ്ധ അമ്മയിലുള്ള ഒരു ഉറച്ച വിശ്വാസം മുമ്പോട്ട് പോകുവാനൊക്കെ സാധിക്കുക ചെയ്തത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം വാക്യം പോലെ തന്നെയാണ്. തനിക്ക് മുമ്പേ തൻ്റെ ദൂതന്മാരെ അയച്ച് അവന് സംരക്ഷണം നൽകുന്നു പറഞ്ഞതുപോലെ ഈ മകളുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം ഈ മകൾ ചെല്ലുന്ന ഇടങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളോടും ഉടമ്പടി കാശുരൂപത്തോടുമുള്ള ഒരൊറച്ച വിശ്വാസം അത് തൻ്റെ ജോലി മേഖലയിലാണെങ്കിലും ആയിരിക്കുന്ന ഇടങ്ങളിലും അത് പൂർണ്ണമായൊരു പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ സാധിച്ചത് ഉടമ്പടിയിലും പരിശുദ്ധ അമ്മയോടും ദൈവത്തോടുമുള്ള ഒരു ഉറച്ച വിശ്വാസവും ഇടപെടലും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ജീവിക്കുമ്പോൾ ഒത്തിരിയേറെ മനുഷ്യർക്ക് അനുഗ്രഹങ്ങളായിട്ട് മാറുവാനും നല്ല തന്നെ ജീവിതശൈലിയാണ് നൽകുന്നതൊക്കെ പറയാനൊക്കെ സാധിക്കുണ്ടായത് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണയിൽ ആയതുകൊണ്ട് മാത്രമാണ്. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പ്രത്യക്ഷീകരണ സാക്ഷിയാകുവാനും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിക്കൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ സന്ധ്യാസോമം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന്